എല്ലാവർക്കും നമസ്കാരം. ആൻറ്റിവൈറസ് ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ലൈവുകളിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ GDP ഗ്രോത്ത് റേറ്റ്, അതുപോലെ തന്നെ ടോട്ടൽ GDP ഇത് സംബന്ധിച്ച് വരുന്ന റിപ്പോർട്ടുകൾ പലരും വിശേഷിച്ചും പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വലിയ ഒരു ആവേശത്തോടെ സ്വീകരിക്കുന്നില്ല. ദേ ആർ ക്വൈറ്റ് സ്കെപ്റ്റിക്കൽ അബൌട്ട് അവർ പ്രൊജക്ഷൻസ് ഓർ അവർ ഡേറ്റ. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ GDP സംബന്ധിച്ചുള്ള ഗ്രോത്ത്, അതുപോലെ തന്നെ അതിൻ്റെ നിരക്ക്, ഇതൊക്കെ എന്തുകൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ, ഈവൻ റോയിറ്റേഴ്സ് പോലെയുള്ള, ഫിനാൻഷ്യൽ ടൈംസ് പോലെയുള്ള മീഡിയ ഒക്കെ തന്നെ ഒരു അത്ര അങ്ങോട്ട് സ്വീകാര്യമല്ലാത്ത രീതിയിൽ അവർ എന്തുകൊണ്ട് ഇത് കാണുന്നു എന്നൊരു ചോദ്യം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ജപ്പാനെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇപ്പോൾ ഒരു വർഷമായെങ്കിലും ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ലൈവിൽ സൂചിപ്പിച്ചോണം, പലപ്പോഴും റോയിട്ടർ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളിലും ഇപ്പോഴും 5th ലാർജസ്റ്റ് എക്കോണമി എന്നാണ് ഇന്ത്യയെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വേരിയസ് റീസൺസ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ GDP സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു സുഖകരമല്ലാത്ത രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ, എല്ലാവരും ഇല്ല, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചില എക്കണോമിസ്റ്റുകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കുറേയധികം ഈവൻ ഇന്ത്യക്കുള്ളിലുള്ള എക്കണോമിസ്റ്റുകൾ ചിലരൊക്കെ ഇത് പറയുന്നുണ്ട്. നമ്മുടെ GDP കാൽക്കുലേഷൻ ശരിയല്ല, അതിൻ്റെ മെത്തേഡ് ശരിയല്ല, അതിൻ്റെ ഡേറ്റ സോഴ്സ് ശരിയല്ല, അതിൻ്റെ ബേസ് ഇയർ ശരിയല്ല, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള, എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സാണ് നമ്മൾ മുന്നിട്ട് വെക്കുന്നത്. നമ്മുടെ വളർച്ച നമ്മൾ പറയുന്ന രീതിയിൽ 7% ശരാശരി വളർച്ച ഉണ്ട് എങ്കിൽ അതനുസരിച്ചുള്ള ഡിമാൻഡ് സൈഡിലും സപ്ലൈ സൈഡിലും, അതുപോലെ തന്നെ കൺസംഷൻ സൈഡിൽ, ബാങ്ക് ലോണിൻ്റെ റേറ്റിൽ, നിരക്കിൽ, നമ്പേഴ്സ് ഓഫ് ലോൺസ്, സ്റ്റാർട്ടപ്പുകൾ, ഇതിനകത്തൊക്കെ അതിൻ്റെ ഒരു, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കൺസംഷൻ, ഇതിനകത്തൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടതല്ലേ? അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആവശ്യമുണ്ട്, പക്ഷേ ഈ ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ പഴയതിനേക്കാൾ വളർന്നത് എന്നാണ് അർത്ഥം. ഇപ്പോൾ 5 അടിയുള്ള ഒരാൾ 6 അടിയായിട്ട് പൊക്കം വെക്കുമ്പോൾ അയാൾക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ മാറണമല്ലോ, അല്ലെ? അയാൾ യാത്ര ചെയ്യുന്ന കാറിൻ്റെ റൂഫിൻ്റെ വലിപ്പം കൂടണ്ടേ, അല്ലേ? അപ്പോൾ 5 അടിയുള്ള ഒരാളാണ്, അയാളുടെ പെട്ടെന്ന് നമ്മൾ പറയാണ്, ജസ്റ്റ് ഒരു മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാണ്, അയാൾ 6 അടി ആവുന്നു. 6 അടി ആകുമ്പോൾ എന്തെല്ലാം മാറണം? അയാളുടെ ഇരുന്ന് യാത്ര ചെയ്യുന്ന കാറ്, അപ്പോൾ അയാൾ അതിൻ്റെ റൂഫിൽ തട്ടും. അതുകൊണ്ട് റൂഫ് വലുതാക്കണം എന്ന് പറയുമ്പം റൂഫ് വാങ്ങിക്കാനായിട്ടുള്ള മെറ്റീരിയലുകൾ, അതിൻ്റെ പെയിൻറ്റിങ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ ഈ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നോണം ആ ചിറകടി അവിടെ എല്ലാം ചെല്ലണം, ആ ശബ്ദം അവിടെ എല്ലാം ചെല്ലണം, ആ എക്കോ അവിടെ എല്ലാം ചെല്ലണം. അപ്പം ഈ അങ്ങനെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്ങിൽ എക്കോണമിയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള പ്രതിഫലനങ്ങളും അനുരണനങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. സ്കെപ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വാസ്തവികമായ ഒരു പിക്ചറിനെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഇതാണ്, അതനുസരിച്ചുള്ള എംപ്ലോയ്മെന്റ്സ് വരുന്നില്ല, അതനുസരിച്ചുള്ള സ്റ്റാർട്ടപ്സ് വരുന്നില്ല, അതനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി കൺസംഷൻ വരുന്നില്ല, അതനുസരിച്ച് അത് വരുന്നില്ല, ഇത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തോ ഇതിൽ ഇത്ര ഇല്ല എന്നല്ലേ കാണുന്നത്? നിങ്ങൾ വെറുതെ ഒരു നമ്പർ കാണിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇതെല്ലാം വരാൻ കാരണം എന്ന് വെച്ചാൽ, ഈ അടുത്തിടെ ഇന്ത്യൻ എക്കോണമി പ്രതീക്ഷിച്ചിരുന്ന 6.5 അല്ലെങ്കിൽ 6.5 എന്നുള്ള ഒരു നിരക്കിൽ നിന്നും, ഒരു വർഷത്തേക്ക് പ്രതീക്ഷിച്ച നിരക്കിൽ നിന്നും വളരെ കൂടുതൽ, ഏതാണ്ട് 8.2 ജൂലൈ സെപ്റ്റംബർ ആ ഒരു പാദത്തിൽ, ഒരു വർഷത്തെ 4 പാദങ്ങളായിട്ട് വിഭജിച്ച് അതിൽ ഒരു പാദത്തിൽ ഇത്രയും വലിയൊരു നിരക്കിലുള്ള വർധനവ് ഇന്ത്യൻ എക്കോണമി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ബിഗ്ഗസ്റ്റ് എക്കോണമീസ് ഇൻ ദ വേൾഡ് എടുത്തു കഴിഞ്ഞാൽ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഇന്ത്യയുടെയാണ്. അത് ഒരിക്കൽ ചൈന വർഷങ്ങളോളം കൈയാളിയിരുന്ന ഒരു പദവിയാണ് ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആളുകൾ പറയുന്ന അത് അല്ല, ഇവരുടെ ഡേറ്റ സ്ക്യൂഡ് ആണ്, അവരൊക്കെ അതാണ് ഇതാണ്, അത് ശരിയല്ല, ഇതല്ല. അപ്പോൾ ഇന്ത്യയിൽ തന്നെ പല ആളുകൾ ഇത് ഏറ്റുപിടിക്കുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തും പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ കാൽക്കുലേഷൻ 2-3 കാര്യങ്ങൾ. ഒരു കാര്യത്തിൽ ആദ്യം ഡേറ്റ നോക്കണം. ഡേറ്റ എവിടെ നിന്നൊക്കെ നിങ്ങൾ എടുക്കുന്നു? എല്ലാ ഡേറ്റയും എടുക്കുന്നുണ്ടോ? ഡബിൾ റിപ്പോർട്ടിംഗ് ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ 2 തവണ ഒരേ ഡേറ്റ തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഡേറ്റയുടെ തന്നെ തെറ്റായിട്ടുള്ള വിശകലനങ്ങളുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഡേറ്റ സൈഡിൽ വരാം. പിന്നെ കാൽക്കുലേഷൻ, എങ്ങനെയാണ് കാൽക്കുലേഷൻ എടുക്കുന്നത്? പിന്നെ ഇതിനേക്കാളെല്ലാം പ്രധാനമായിട്ട് എന്ത് മെത്തേഡാണ് നിങ്ങൾ അനുവർത്തിക്കുന്നത്? ഇപ്പോൾ കാരണം വെച്ചാൽ GDPയെ സംബന്ധിച്ച് ലോകത്ത് പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ള മെത്തേഡുകൾ 3 ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ,
പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള കണക്കെടുപ്പ്. മറ്റൊന്നുള്ളത് എക്സ്പെൻഡിച്ചർ സൈഡിൽ നിന്നുള്ള കണക്കെടുപ്പ്, അതായത് സ്പെൻഡിങ്, അതായത് നിങ്ങൾ ചെലവഴിക്കുന്നത്. മൂന്നാമത് ഇൻകം, ഉണ്ടാകുന്ന ജനറേറ്റ് ചെയ്യുന്ന ഇൻകം കണക്കെടുക്കുക. ഒരു രാജ്യത്തുണ്ടാകുന്ന ഇൻകം കണക്കിലെടുക്കുക. ലൈക്ക് റെന്റ് ഉണ്ടാവാം, വേജ് ഉണ്ടാവാം, പ്രോഫിറ്റ് ഉണ്ടാവാം, ലൈക്ക് സാലറി. ഇതെല്ലാം കൂടെ ചേരുന്നത് കൂട്ടി വെക്കുമ്പോൾ അതാണ് രാജ്യത്തുണ്ടാകുന്ന പൊതുവായിട്ടുള്ള. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് മൊത്തം ഉണ്ടാവുന്ന സാധനങ്ങളും സേവനങ്ങളും എത്രയാണെന്ന് കണക്കിലെടുക്കുക എന്ന് പറയുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണക്കെടുപ്പിന് പുറത്ത് നടക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ മാഫിയ. ഫോർ എക്സാമ്പിൾ മാഫിയയിൽ കൈകാര്യം ചെയ്യുന്ന അല്ലെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയില്ല, വസ്തുക്കളും സേവനങ്ങളും മറ്റു കാര്യങ്ങളും, അല്ലെ അവർ കടത്തിക്കൊണ്ട് പോകുന്ന സാധനങ്ങളും സേവനങ്ങളും, അതൊന്നും ഒരിക്കലും ഈ കണക്കൂട്ടലിൽ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്കറ്റ്, ഈവൻ ബ്ലാക്ക് മണി, പിന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ലൈക്ക് ഈ വില്ലേജ് എക്കോണമിയിലൊക്കെ പല കാര്യങ്ങളും ഈ പ്രൊഡക്ഷൻസ് രജിസ്റ്റേർഡേ ആവുന്നില്ല. ഒരാള് കൃഷി ചെയ്ത് അയാൾ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് കൺസംഷൻ, അതൊരു വലിയൊരു ഇതാണ്. അല്ലെ അയാൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതൊന്നും ശരിക്കും ഈ കണക്കെട് ഈ സോഴ്സസിലേക്ക് ഇത് എത്തിച്ചേരുന്നില്ല. മനസ്സിലായില്ലേ? അതായത് കിണറ്റിലെ വെള്ളം നദികളിലേക്ക് എത്തിച്ചേരുന്നില്ല. നദികളിൽ എത്തിയെങ്കിലേ കടലിലെത്തൂ എന്ന് പറയുന്നത്. നമ്മൾ കടലിലാണ് ഈ കണക്കെടുപ്പ് നടത്തുന്നത്. ഈ കടലിൽ കണക്കെടുത്ത് നടത്തുമ്പോൾ എല്ലാ വെള്ളവും അവിടെ എത്തിച്ചേരുന്നില്ല എന്ന് പറയുന്നത് ഞാനൊരു അനോളജി ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ ആ രീതിയിൽ നമ്മളെ പല ആക്ടിവിറ്റീസും പല സാധനങ്ങളും സേവനങ്ങളും ഒന്നും തന്നെ ഈ ഫൈനൽ കമ്പ്യൂട്ടേഷനിൽ വരുന്നില്ല എന്നുള്ളതുണ്ട്. അതൊരിക്കലും മൊത്തത്തിലുള്ള അത് ഒരു പൊതുവായിട്ടുള്ള കാര്യമായിട്ട് കാണാൻ കഴിയും. അതായത് ഇൻ എവറി കൺട്രി, എവറി എക്കോണമി ദിസ് പ്രോബ്ലം എക്സിസ്റ്റ്. എല്ലായിടത്തും ഇതുണ്ടാവും. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാജ്യത്തെ എക്കോണമിക്ക് മാത്രമായിട്ടില്ല. പിന്നെ അതിന്റെ റേറ്റിലും അതിന്റെ സ്കോപ്പിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലയിടത്തൊക്കെ ഭയങ്കര സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അത്തരം ഏജൻസികൾ വളരെ ദുർബലമായിട്ടുള്ള രാജ്യമുണ്ട്. ഇന്ത്യയുടെ അത്ര ദുർബലമാണ് എന്ന് പറയാൻ സാധിക്കില്ല. പെർഫെക്റ്റ് ഒന്നും അല്ല, ഒരിക്കലും പെർഫെക്റ്റ് അല്ല. പക്ഷെ ഇന്ത്യയുടെ ഡേറ്റ, ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ, നമ്മുടെ സ്ഥാപനങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ വേൾഡിലെ തന്നെ ഒന്ന് യു എൻ എങ്ങനെയാണ് ഇതിന്റെ കണക്കെടുക്കണം എന്ന് പറയുന്നത്, അതനുസരിച്ചാണ് നമ്മൾ കണക്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളുടെ കണക്കുകൾ വളരെ ശക്തമായി പിന്തുണയ്ക്കുന്നവരാണ് IMF, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് പോലെയുള്ള ഏജൻസികൾ. അവരൊക്കെ എങ്ങനെ എടുക്കണമെന്ന് പറയുന്ന ആ രീതിയിലാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മളുടെ ഡേറ്റ എന്ന് പറയുന്നത് ഫേക്ക് അല്ല. കമ്പയർഡ് ടു ഇതിപ്പോ പണ്ട് ചൈന ഉയർന്നു വന്നപ്പോൾ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. വെസ്റ്റേൺ മാധ്യമങ്ങളും വെസ്റ്റേൺ രാജ്യങ്ങളും കൂടെ ചൈനയുടെ ഗ്രോത്ത് കണ്ടിട്ട് പറഞ്ഞു ഇറ്റ്സ് ഇൻക്രെഡിബിൾ, കനോട്ട് ബി ട്രസ്റ്റഡ്, ചൈന ഡേറ്റ തരുന്ന രീതി ശരിയല്ല, അല്ലെങ്കിൽ എന്തൊക്കെ വിളിക്കാനുണ്ട്, ഇങ്ങനെ അങ്ങ് വളരാൻ പറ്റില്ല, ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ അങ്ങനെ വളരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സ്കെപ്റ്റിക്കലായിട്ട് ഒരു രാജ്യത്തിന്റെ ഡേറ്റ സ്വീകരിക്കുന്നത് തെറ്റില്ല, അത് നല്ല കാര്യമാണ്. കാരണം ഡേറ്റ അവിടെ കറക്റ്റ് ആണ്, സ്റ്റാറ്റ്സ് അവിടെ കറക്റ്റ് ആണ്, ഫാക്ട്സ് അവിടെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ സമീപിച്ചാലും അത് കറക്റ്റ് ആയിട്ട് വരണം. പക്ഷെ ഇവിടെ ഒരു ഗ്രേ ഏരിയ ഉള്ളത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു, ഇപ്പൊ നമ്മൾ 4ാമത്തെ എക്കോണമിയാണ്. പല ഇന്റർനാഷണൽ APO അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള റോയിറ്റേഴ്സും ഒക്കെ അവർ എഴുതുന്നതിനകത്ത് ഈ 4ാമത്തെ എക്കോണമി എന്നുള്ള ഒരു സംഗതി കാണില്ല. അവർ 5ാമത്തെ എക്കോണമി എന്ന് എഴുതും. ജപ്പാനെ ഇപ്പോഴും അവർ മേളിലാണ് ഇട്ടിരിക്കുന്നത് GDP. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ 2 വർഷത്തിനകം ജർമ്മനിയെ മറികടക്കും, അപ്പോൾ 3ാമത്തെ എക്കോണമിയാവും. വേൾഡ് 3rd ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ് ആയാലും ഇവർ ചിലപ്പോൾ അതേ കണക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവർ വീണ്ടും 5 or 4 ഒക്കെ എഴുതിക്കൊണ്ടിരിക്കും. അതിന്റെ ഒരു കാരണം അവർ പറയുന്നത്, കഴിഞ്ഞ ഒരു ലൈവില് ഒരു 2-3 മാസം മുമ്പ് ഞാൻ ഒരു ലൈവ് നടത്തിയിരുന്നു. ഈ എന്തുകൊണ്ട് നമ്മൾ 3rd അല്ലെങ്കിൽ 4th ലാർജസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ നമ്മളെ ആ ഒരു നിലയിൽ ആളുകൾ കാണുന്നില്ല എന്നുള്ളതിന്റെ ഒരു കാരണമായിട്ട് ഈ പെർ ക്യാപിറ്റ ഇൻകം ആണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഓരോ ഈ പ്രതിശീർഷ വരുമാനം, ഓരോ ആളിന്റെയും കയ്യിൽ എത്രമാത്രം തുകയുണ്ട് എന്നുള്ള ചോദ്യം. അപ്പം ഈ ഇപ്പൊ തന്നെ ഉദാഹരണമായിട്ട് ഇന്ത്യക്കാളൊക്കെ ഒരുപാട് താഴെ കിടക്കുന്ന പല രാജ്യങ്ങളിൽ ഈ പ്രതിശീർഷ വരുമാനം വളരെ കൂടുതലാണ്. അതായത് മൊത്തം GDP-യെ പോപ്പുലേഷൻ വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ്. അത് ഇന്ത്യക്ക് വളരെ വളരെ മോശമാണ്. 2,900 2,800 അങ്ങനെയൊക്കെയുള്ള റേറ്റിലാണ് ഡോളേഴ്സിൽ. അതും ഡോളേഴ്സ് നോക്കുമ്പോൾ, ആ ഡോളേഴ്സ് വരുമ്പോൾ ഒരുപാട് കുറയാൻ കാര്യം എന്താണ്, ഇന്ത്യ ഏതാണ്ട് ഇപ്പോൾ 90 രൂപയിൽ നിൽക്കുകയാണ് ഒരു ഡോളർ. ഇന്ത്യയുടെ 90 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡോളർ, അപ്പൊ 2,800 അല്ലെ $3,000 ഇന്ത്യയുടെ പെർ ക്യാപിറ്റ എന്നിരിക്കട്ടെ, നാളെ എത്ര ആവുന്നെന്നിരിക്കട്ടെ, പോസിബിൾ ആണ്. 3,000 രൂപ എന്ന് പറയുമ്പോൾ
ആക്ച്വലി എത്ര രൂപയാണ്? 3000 രൂപയല്ല, $3000 ഒരാളുടെ കയ്യിലുണ്ട് എന്നാണ് കണക്ക് വരുന്നത്. അത് എത്ര രൂപയാണ്? ഒരു വർഷത്തെയാണ്, ഒരു മാസത്തെ അല്ല കേട്ടോ. $3000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 ഗുണം 30,000, 3 ലക്ഷം. 3 ലക്ഷം കുറച്ചുകൂടെ കുറയ്ക്കാം. ഒരു 2,70,000 രൂപ ശരാശരി ഒരു ഇന്ത്യൻ പൗരനുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ബില്യൺസ് ഉള്ളവരുണ്ടാവാം, അല്ലെ, മില്യൺസ് ഉള്ളവരുണ്ടാവാം. പക്ഷെ ഇന്ത്യയിലെ മൊത്തം ഈ 140, 150 കോടി ജനങ്ങളെ എടുത്തു നോക്കുമ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ 2,70,000. 2,70,000 സോറി, ഇന്ത്യൻ രൂപ. അപ്പോൾ അതിനെ 12 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അത് മാസം കിട്ടുന്നതും ദിവസം കിട്ടുന്നതും ഒക്കെ കിട്ടും. ഇതാണ് നമ്മളുടെ ഒരു ഇത്. അപ്പോൾ വളരെ കുറച്ച് ആളുകൾ, ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള ഇന്ത്യയിലാണ്. കാര്യം ഇത്രയും വലിയ പോപ്പുലേഷൻ വരുന്നത് 150 കോടിയിൽ ഒരു 10 കോടിയല്ല, 8 കോടി പോലും ഇന്ത്യയിലെ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയല്ല. ഇന്ത്യയുടെ റെക്കോർഡിനെ ഏറ്റവും കൂടുതൽ പുച്ഛത്തോട് സംസാരിക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷെ ഒരുത്തനും, ഈ ലോകത്തൊരുത്തനും ഈ 150 കോടിയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മിറക്കിൾ ഉണ്ടാക്കിയിട്ടില്ല, ചൈന ഒഴിച്ച്. ചൈന ശരിക്കും പടുദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഒക്കെ കരകയറിയാണ്. ഇന്ത്യയെക്കാൾ പുറകെ നിന്നൊരു എക്കോണമിയാണ് ഇന്ത്യക്ക് ഒപ്പം എത്തി. പിന്നെ ഇന്ത്യയെ ഓവർടേക്ക് ചെയ്ത് വൻതോതിൽ സപ്ലൈ സൈഡിലും ഒക്കെ വെച്ച് സ്റ്റേറ്റ് സ്പോൺസേഡ് ക്യാപിറ്റലിസത്തിന് ഒരു ഇതുണ്ട്. ക്യാപിറ്റലിസത്തിന് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തിന് പലപ്പോഴും ഒരു എന്താ പറയാ, ഈ ഒരു ക്യാൻസർ ലൈക്ക് ഗ്രോത്ത് സാധ്യമല്ല. അതാണ് ഞാൻ പറയാ. മെറ്റാസ്റ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചൈനയിൽ അത് പറ്റും. കാര്യം ചൈനയിൽ ബാക്കിയുള്ള സ്വാതന്ത്ര്യം എന്നുള്ള എലമെന്റ് മുഴുവൻ അടിച്ചമർത്താണ്. അപ്പൊ അത് അടിച്ചമർത്തുമ്പോൾ ക്യാപിറ്റലിസം ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും. ഇന്ത്യയിൽ അങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. അതാണ് സ്റ്റേറ്റ് സ്പോൺസേഡ് ക്യാപിറ്റലിസം കുറച്ചുകൂടെ ഫ്രീഡം ഉള്ള ക്യാപിറ്റലിസം തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ ചൈനയിൽ സോഷ്യലിസം നടപ്പിലാക്കിയിട്ടല്ല. അപ്പോൾ കം ബാക്ക് ടു ദ ഇന്ത്യൻ GDP കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു 3 മെത്തേഡ്സ് ആണ് ലോകത്ത് എവിടെയും എടുക്കുന്നത്. ആദ്യത്തെ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ സ്പെൻഡിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കൺസംഷൻ. നമ്മൾ എത്ര, അത് ഒരു സൈഡ് മാത്രം, ഇതെല്ലാ സൈഡും എടുക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് തന്നെ, പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും സ്പെൻഡിങ്, പ്രൊഡക്ഷന്, ഏണിങ്. ഇത് മൂന്നൂടെ ഒരേ സമയം എടുക്കാന്നുണ്ടെങ്കിൽ ഒരു കാര്യം തന്നെ ചിലപ്പോൾ 3 വട്ടം നമ്മൾ കൗണ്ട് ചെയ്തെന്ന് വരും. ഏതെങ്കിലും ഒരു മെത്തേഡിൽ ഏത് കൗണ്ട് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെയാണ് ഈ സ്പെൻഡിങ് ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ സ്പെൻഡിങ് ബേസിക്കലി വരിക കൺസംഷൻ. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ പോയി പ്രൈവറ്റ് സ്പെൻഡിങ്, പിന്നെ പബ്ലിക് സ്പെൻഡിങ്, ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യും, സബ്സിഡീസ്, അത് ഇത്. പിന്നെ മൂന്നാമതൊരെണ്ണം ഉള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ്. പ്രൈവറ്റ് പാർട്ടീസ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഇൻവെസ്റ്റ്മെന്റ്, പബ്ലിക് സ്പെൻഡിങ്, പ്രൈവറ്റ് സ്പെൻഡിങ്. പിന്നെ 4ാമത്തെ ഐറ്റമാണ് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയും. അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് എടുത്തിട്ട് എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറയ്ക്കണം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ വരുമാനമാണ്, അല്ലെങ്കിൽ നഷ്ടമാണ്. അല്ലെ, നെറ്റ് ഇമ്പോർട്ട് അല്ല നോക്കേണ്ടത്, നെറ്റ് എക്സ്പോർട്ടാണ് നോക്കേണ്ടത്. ഇത് 4ാണ് ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ വരുന്ന 4. മറ്റൊന്ന് പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ അത് ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും സാധാരണ ഇതിൽ എടുക്കുക. ഇപ്പം നമ്മൾ അങ്ങനെയാണ് എടുത്തു പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ മീഡിയറി ആയിട്ടുള്ള പ്രോഡക്ട്സിനെ അതിനെ മൈനസ് ചെയ്തിട്ട് മാത്രം അതിൻ്റെ ഫൈനൽ പ്രോഡക്ട്സിൻ്റെ മാത്രം കൗണ്ടാണ് ശരിക്കും ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള GDP വരുന്നത്. പണ്ട് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചായിരുന്നു കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ GVA എന്ന് പറയുന്നത്, അതായത് ഒരു വാല്യൂ ആഡഡ്, മാർക്കറ്റ് റേറ്റിലെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള കണക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. പിന്നെ മൂന്നാമത്തെയാണ് ഞാൻ പറഞ്ഞോണം ഈ ഏണിങ്, അല്ലെങ്കിൽ മൊത്തം എത്ര എല്ലാവരുടെയും സാലറിയും കൂടെ കൂട്ടുക, അല്ലെങ്കിൽ എല്ലാവരുടെയും റെന്റ് കൂടെ കൂട്ടുക, രാജ്യത്തുള്ള എല്ലാവരുടെയും പ്രോഫിറ്റ് കൂടെ കൂട്ടുക. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ എത്രയുണ്ട്, അതാണ് ഇത്. പക്ഷെ ഇവിടെ ഒരു വിഷയമുള്ളത്, നമ്മളുടെ എക്കോണമി ഒരു ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ പോട്ടെ, അത് ഐഡിയലാണ്, അല്ലെ, അണ്ടർ ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ഉള്ള ഒരു എക്കോണമിയിൽ ഈ ഗ്രോത്ത് കഴിഞ്ഞ വർഷത്തെ ഇതിൽ നിന്ന് ഈ വർഷത്തെ എത്ര കൂടി എന്നൊരു ചോദ്യം വരും. കഴിഞ്ഞ വർഷത്തെ ഇത്രയാണ്, ഇപ്പം ഈ വർഷത്തെ എത്രയാണ്? കഴിഞ്ഞ വർഷം 4 ട്രില്യൺ ആണെന്നിരിക്കട്ടെ നമ്മുടെ എക്കോണമി, 4 ട്രില്യൺ. ഇപ്പം നമ്മൾ 7% എന്ന് പറയുമ്പോൾ 4 ട്രില്യൻ്റെ 7% കൂടണം, അല്ലേ? 4 ട്രില്യൻ്റെ 7% കൂടണം. അപ്പം അത്രയും രൂപ നമുക്ക് വേണം. ആ രൂപ വേണമെന്ന് പറയുമ്പം ഇത് ഈ എക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടായോ, അല്ലെ യഥാർത്ഥത്തിൽ 7% വരും എന്നൊന്നുമില്ല. കാരണം
ഒന്ന്, ഈ സാധനങ്ങളുടെ വില വർദ്ധിച്ചു എന്നിരിക്കട്ടെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ 2005-6 പീരീഡിൽ നമ്മൾ ബേസ് ഇയർ ആയിട്ട് അവിടെ വെച്ചാണ് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ, അത് അന്ന് ആ വർഷം ഒരു ലാപ്ടോപ്പിനുണ്ടായിരുന്ന ഒരു വില 30,000 രൂപയാണെന്നിരിക്കട്ടെ. ഇന്ന് അതേ ലാപ്ടോപ്പിന്, സപ്പോസ് അതേ ലാപ്ടോപ്പിന് 60,000 രൂപയാണെങ്കിൽ, ഇപ്പൊ ഈ സാധനം ഇരിക്കുന്നു, അന്ന് 30,000 ഇപ്പൊ 60,000 അല്ല 90,000 രൂപയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ എന്ത് വർധനമാണ്? പ്രൊഡക്ഷന്റെ വർധനവോ അല്ലെങ്കിൽ റിയൽ പ്രോഡക്ട്സിലോ ഒന്നും ഒരു വർധനമില്ല. മറിച്ച് ഈ കാലങ്ങളായിട്ടുള്ള ഇൻഫ്ലേഷൻ റേറ്റ് അസിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് റൈസ് വെച്ച് നോക്കുമ്പോൾ വലിയൊരു സംഖ്യ വരുന്നു. ഇപ്പൊ ലൈക്ക് ഭൂമിയുടെ വില കണ്ടിട്ടില്ലേ നിങ്ങൾ? ഭൂമിയുടെ വില ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ തന്നെ 2020 കുറെ ഭൂമി കാണുന്നു, അതിന് 10 ലക്ഷം രൂപയാണെന്ന് പറയുന്നു. ഇന്ന് അതിന് 1 കോടി രൂപയാണെന്ന് പറയുന്നു. നമ്മൾ പറയുന്നു നമ്മളുടെ ഇത് ആക്ച്വലി എന്ത് ചെയ്യുന്നു, ഇത് വർദ്ധിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് തോന്നുന്നു ശരിക്കും വർദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി ടേംസ് നോക്കുമ്പോൾ വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കുറേ ഏരിയാസ് ഇതിനകത്തുണ്ട്. ഒരു വസ്തുവിന്റെ ഇൻഫ്ലേഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയതാണ്. പ്രൈസ് റൈസ് ഉണ്ട്, പിന്നെ ഈ സ്പെക്കുലേഷൻ, അതിന്റെ പ്രശ്നമുണ്ട്. നമുക്കറിയാം ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം. അപ്പം ഒരിക്കലും ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഒരു GDP എന്ന് പറയുന്ന സംഗതി നിങ്ങളൊരു ആക്യുറേറ്റ് കണക്കായിട്ട് അത് അമേരിക്കയുടെ ആയാലും ബ്രിട്ടന്റെ ആയാലും ഇന്ത്യയുടെ ആയാലും ചൈനയുടെ ആയാലും കിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്മളൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു സംഖ്യയിലേ എത്താൻ പറ്റൂ. അതിനകത്ത് ഒരുപാട് കൗണ്ടർ ചെക്കിംഗ് ഒക്കെ നടത്തി മാത്രമേ അത് കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കാൻ പറ്റൂ. അല്ലാതെ അത് ഈ ഡേറ്റ ചോദ്യം ചെയ്യാൻ എളുപ്പമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡേറ്റ ചോദ്യം ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഇല്ലല്ലോ, ഇങ്ങനെ ഇല്ലല്ലോ, അത് വരുന്നല്ലോ, ഇത് വരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇങ്ങനെ ഒരു മെത്തേഡാണ് UN പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുന്ന സ്ട്രിക്ട്ലി UN മെത്തേഡ്. 2008 UN പുറത്തിറക്കിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് പല രാജ്യങ്ങളും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഫേക്ക് കറൻസി കൊടുക്കുക. പിന്നെ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 നമ്മളിത് സ്വീകരിക്കുന്നത്. 2008 അതായത് 2011 ബേസ് ഇയർ ആയിട്ട് എടുത്തുകൊണ്ട് 2015 നമ്മൾ ഈ GDP കാൽക്കുലേഷൻ റീസ്ട്രക്ചർ ചെയ്യുകയുണ്ടായി. അന്നേരം ഈ 2015 ഇയറിൽ തന്നെ 4.5 ആയിരുന്നു ഗ്രോത്ത് റേറ്റ് ആയിട്ട് വന്നത്. പക്ഷേ നമ്മൾ ഈ റീസ്ട്രക്ചർ ഇയറിൽ തന്നെ പറഞ്ഞു ഈ 4.5 അല്ല ഉള്ളത്, 7 സംതിങ് 6.5 അങ്ങനെ റേറ്റിലേക്ക് നമ്മൾ ഇത് ചെയ്തു. ഞങ്ങൾ ആദ്യം പറഞ്ഞത് അതുവരെ ബേസ് ഇയർ 2005-2006 വെച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അന്നേരം പറഞ്ഞത് എത്ര, 4.5 ഉള്ളൂ. പെട്ടെന്ന് ഈ ബേസ് ഇയർ മാറ്റിയിട്ട് ഒരു റീസ്ട്രക്ചർ ചെയ്തിട്ട് UN മോഡിലേക്ക് മാറിയപ്പോൾ കാണാം ഈ ഇത്രയല്ല ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന റേറ്റ്, 4.5 അല്ല, ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് സംതിങ് ലൈക്ക് നിയർ 7, 6.507 അങ്ങനെ ഒരു കണക്കാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും, അങ്ങനെ അത്ഭുതം ഒന്നുണ്ട്, നിങ്ങൾ തന്നെയല്ലേ കണക്ക് കൂട്ടിയപ്പോൾ 4.5 വളർച്ചാ നിരക്കെന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് മാറ്റിയിട്ട് പറയാം 4.5 അല്ല 7 അല്ലെ 6.5 ഇതെങ്ങനെ ശരിയാവും എന്നൊരു ചോദ്യം. അപ്പം ഈ ബേസ് ഇയറെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബേസ് ഇയർ ആക്ച്വലി 2011 ബേസ് ഇയർ ആണ് എടുത്തിരിക്കുന്നത്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. 2008 UN മെത്തേഡ് വെച്ചുകൊണ്ട് 2011 ബേസ് ഇയർ ആയിട്ട് എടുത്തുകൊണ്ട് 2015 മുതൽ നമ്മൾ പുതിയ കമ്പ്യൂട്ടേഷൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ തുടങ്ങിയതിന് ശേഷം തന്നെ ഈ ഗ്രോത്ത് റേറ്റിൽ വല്ലാത്തൊരു ഇൻഫ്ലേഷൻ കാണാനുണ്ട്. പക്ഷെ ഇത് ഇന്ത്യക്കെതിരെ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു ആരോപണമാണെങ്കിലും തിരിച്ചു ഇന്ത്യ ചെയ്തിട്ടുണ്ട്. 2017-18 നമ്മുടെ ഗ്രോത്ത് റേറ്റ് നമ്മൾ ഇത്രയും ഇതേ മെത്തേഡ് വെച്ച് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ല പറഞ്ഞ് നമ്മൾ ഡൗൺവേർഡ് അത് കുറച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മളത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വളരെ എന്താ പറയുന്ന അക്കൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നതിൻ്റെ ഒരു തെളിവാണ്. ഞാൻ പ്രോ ആൻഡ് എഗെയിൻസ്റ്റ് രണ്ടും പറഞ്ഞു ആണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇപ്പൊ പറയുന്നത് എന്താണ്, 2023 എങ്കിലും ബേസ് ഇയർ ആക്കി എടുക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞോളാം ഈ പ്രൈസ് റൈസ്, ഇൻഫ്ലേഷൻ പ്രശ്നങ്ങളും, പിന്നെ മാത്രമല്ല 10 വെച്ച് അതിനെ ബേസ് ചെയ്ത് ഇന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2010 ഇല്ലാത്ത ഒരുപാട് എക്കണോമിക്കൽ ആക്ടിവിറ്റീസ് ഇന്നുണ്ട്. ലൈക്ക് UPI ട്രാൻസാക്ഷൻ അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. വേറെ കുറെ സാധനങ്ങളുണ്ട് അന്ന്. AI വേറെ ജസ്റ്റ് ഒന്ന് ഊഹിക്കാൻ കഴിയുള്ളൂ. അപ്പം അന്നൊന്നും ഈ CPIയുടെ കാര്യത്തിലാണെങ്കിലും ഇൻഫ്ലേഷന്റെ കാര്യത്തിലാണെങ്കിലും ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും. ആ ബാസ്ക്കറ്റിൽ വരുന്ന സാധനങ്ങളിൽ വെച്ചാണ് ആവറേജ് നിരക്ക് വ്യത്യാസം നമ്മൾ പഠിച്ചെടുക്കുന്നത്.
അപ്പോൾ 2010 അല്ലെങ്കിൽ 2011 ബേസ് ഇയർ ആയിട്ട് എടുക്കുമ്പോൾ അന്നത്തെ അതിന്റെ ബാസ്ക്കറ്റിലുള്ള സാധനങ്ങളെക്കാൾ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും 2025 ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ എടുക്കും? പിന്നെ മാത്രമല്ല അന്നുണ്ടായിരുന്ന ചില വസ്തുക്കളുടെ പ്രസക്തി ഇന്ന് എത്രയാണ്? ഫോർ എക്സാമ്പിൾ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന ഒരു സാധനം അന്ന് വലിയ സംഭവമായിരിക്കും, അതൊരു പ്രൊഡക്ഷൻ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഒരു ടൈപ്പ് റൈറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രസക്തി വളരെ കുറവാണ്. ടേപ്പ് റെക്കോർഡർ അല്ലേ, കുറെ അധികം സാധനങ്ങൾ നമ്മൾ ഈ ബേസ് ഇയർ വെച്ച് കണക്കെടുക്കുമ്പോൾ കുറെ കൂടെ അപ്ഡേറ്റഡ് ആകണം എന്നാണ് നമ്മൾ പറയുക. അപ്പം ഈ 2005 മാറ്റിയിട്ട് 2011 എടുത്തതിനെതിരെ പലരും സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ 11 എടുത്തതിനല്ല സംസാരിച്ച, 11 വെച്ച് എടുത്തപ്പോ എന്തുകൊണ്ട് ഇത്ര വലിയ ഒരു വളർച്ചാ നിരക്ക് കൂടി എന്നുള്ളതാണ് ചോദ്യം. അപ്പം 2023 എടുക്കണമെന്ന് ചോദിച്ചാൽ 2023 എടുക്കണം, ബേസ് ഇയർ ആയിട്ട് ഇച്ചിരി അപ്ഡേറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ ഇത് മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് കൂടുന്നത്? അപ്പൊ നമ്മൾ പറയും ഇങ്ങനെയാണ് കണക്ക്, ഇങ്ങനെ വരുമ്പോൾ കൂടുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഇന്ന കാര്യങ്ങളിലൊക്കെ റിഫ്ലക്ട് ചെയ്ത് കാണണ്ടേ? തൊഴിലിന്റെ കാര്യത്തിൽ കാണണ്ടേ? നെറ്റ് ഇമ്പോർട്ടിന്റെ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ കാണണ്ടേ? ഇലക്ട്രിസിറ്റി കൺസംഷന്റെ കാര്യം കാണണ്ടേ? പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. അതിനകത്ത് കാണുന്നുണ്ട്, അല്ല അങ്ങനെയല്ല, ഇതിനനുസരിച്ചുള്ള ഇത് അവിടെ കാണുന്നില്ല. ഇതൊക്കെയാണ് തർക്കങ്ങൾ. ഈ തർക്കങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ വെസ്റ്റേൺ മീഡിയ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഒരു സ്കെപ്റ്റിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വളരുന്നൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടേഷൻ ശരിയല്ല. പല ലെവലിൽ ചോദിച്ച കാര്യമാണ്, അത് നിങ്ങളുടെ സിസ്റ്റംസ് ശരിയല്ല, അതാണ് ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. ഇതിന്റെ ഒരു ബേസ് എന്താണ് നമുക്ക് നോക്കാം. ഈ ഒരു വാർത്തയാണ് ശരിക്കും ഇത്രയൊരു വിഷയം പലരും ചോദിക്കാനായിട്ട് കാരണം. അതായത് ഇന്ത്യസ് എക്കോണമി ഗ്രോസ് അറ്റ് ഫാസ്റ്റർ ദാൻ എക്സ്പെക്ടഡ് 8.2% ഇൻ സെപ്റ്റംബർ ക്വാർട്ടർ ഈവൻ as ടാരിഫ് ബൈറ്റ്. ടാരിഫ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താരിഫ് നയം, അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നതിനപ്പുറം പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് ഉണ്ടോ, ജൂലൈ സെപ്റ്റംബർ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 5.6% GDP-യുടെ ഗ്രോത്ത് റേറ്റ്. ഇപ്പൊ 2025-26 ജൂലൈ സെപ്റ്റംബർ ആ പാദത്തില് 8.2. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചൈനീസ് നിരക്കാണ്. ആ നിരക്കിൽ നമ്മൾ ഈ കഴിഞ്ഞ 3 മാസം പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 8.2 എല്ലാം കൂടെ എടുത്തു നോക്കുമ്പോൾ എന്ത് ചെയ്യും? മേ ബി ഒരു 7.2 ഒക്കെ നമ്മുടെ ഒരു ആനുവൽ 24-25 അല്ലെങ്കിൽ 25-26 ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതാണ് പലരുടെയും ഐബ്രൗസ് റേസ് ചെയ്തിട്ടുള്ളത്, മനസ്സിലായോ? ഇന്ത്യസ് നോമിനൽ GDP which does not account for inflation or deflation grew at 8.7 in the September quarter compared to 8.8 in the previous quarter. അതായത് ഈ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും പരിഗണിക്കാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8.7 ആണ് ഇൻ ദ സെപ്റ്റംബർ ക്വാർട്ടർ കമ്പയർഡ് ടു 8 പ്രീവിയസ് ക്വാർട്ടർ. അത് തൊട്ട് മുന്നേയുള്ള കാർട്ടിൽ 8.8 ആയിരുന്നു. സോ അത് നമ്മൾ എടുക്കേണ്ട, നമ്മൾ ഈ 8.2 എടുത്താൽ മതി. The growth was accelerated from 7.8 in the previous quarter when a lower deflator unexpectedly boosted real growth. The deflator measures how inflation affects the value of total output. ഓക്കെ, ഈ വാർത്ത വന്നപ്പോഴാണ് കുറെ ആളുകൾ ആഹ്ലാദിച്ചു, നമ്മുടെ സർക്കാരൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു. ഒപ്പോസിഷൻസ് അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ എക്കോണമി വളരുന്നതിലുള്ള അസന്തുഷ്ടിയല്ല, മറിച്ച് മറ്റൊരാൾ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി ഭരിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ കണക്കുകളുടെ ഒരു കാര്യം നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉയരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ഇൻ ദ ജിയോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഹെജിമണിയാണ്. അതായത് ഇന്ന് പഴയ രീതിയിലെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആഭിമുഖ്യമുള്ള രീതിയിൽ അല്ലെ അവരുടെ നേതൃത്വത്തിലല്ല ലോക എക്കോണമി മുന്നേറുന്നത്. പ്രത്യേകിച്ച് ചൈന സെൻട്രിക്, ഏഷ്യ സെൻട്രിക്. ഏഷ്യയിൽ തന്നെ വിയറ്റ്നാം വരുന്നു, സിംഗപ്പൂർ വരുന്നു, തായ്വാൻ വരുന്നു, ഹോങ്കോങ് വരുന്നു, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന, ഇന്ത്യ, ഇങ്ങനെ കുറെ രാജ്യങ്ങൾ ഈ സാമ്പത്തിക ശക്തികളായിട്ട് വരുമ്പോൾ ലോകത്തിന്റെ എക്കോണമി അതിന്റെ ഒരു ബാലൻസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്.
ആ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതുവരെ അത് അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് നമ്മൾ കാണുന്നതിൽ ഒന്ന്. എ ഷിഫ്റ്റ് ഇൻ ദ ഗ്ലോബൽ എക്കണോമിക് ഡോമിനൻസ് ടുവേർഡ്സ് ഏഷ്യൻ കൺട്രീസ്. അതാണ് ഈ സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ വളർച്ച നിങ്ങൾ പറയുന്ന അത്രയും ഇല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വാദത്തിന്റെ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടും. Another trust deficit. Western nations often maintain a natural trust deficit regarding data provided by developing nations. പൊതുവിലുള്ളതാണ് വെസ്റ്റേൺ നേഷൻ. പണ്ട് ചൈന ഇത് അനുഭവിച്ചാണ്. ഈ ഡെവലപ്പിംഗ് കൺട്രീസ് മുന്നോട്ട് വെക്കുന്ന ഡേറ്റയെ സംശയിക്കുക എന്നുള്ളത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരു പൊതുശീലമാണ്. അതോടൊപ്പം തന്നെ നോക്ക്, അവരെപ്പോഴും നോമിനൽ ജി ഡി പി, പിന്നെ ഒന്നാമത് ഈ ജി ഡി പി കണക്ക് തന്നെ നമ്മൾ എടുക്കണോ, ഡോളറിലുള്ള കണക്ക് എടുക്കണോ എന്നുള്ള ചോദ്യം ഞാൻ പല ലൈവിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി, PPP എന്ന് പറയുന്ന സാധനവും നോമിനൽ ജി ഡി പിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ട PPP ആണ്. കാര്യം നമ്മുടെ പൈസയ്ക്ക് അത്രയും വാല്യൂ ഉണ്ട്. ഇന്ത്യയിൽ അത് അത്രയും സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കാൻ അതിന് കഴിയും. എന്നാൽ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് എക്സ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ വിദേശത്ത് നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യണം, അല്ലെ ജീവൻ രക്ഷാ ഔഷധങ്ങൾ ഇറക്കുമതി ചെയ്യണം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ക്ലയന്റിന് പ്രതിഫലം കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, പുറത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, അല്ലെ നമ്മളൊരു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നൊരു ലോൺ എടുക്കണം. അന്നേരം പറയും നിങ്ങൾക്ക് എത്ര ആസ്തി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ രൂപയിലുള്ള ആസ്തി കാണിച്ചിട്ട് കാര്യമില്ല. അവർക്ക് രൂപയെ ഡോളറാക്കി കാണിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ കടം തിരിച്ചടയ്ക്കാനായിട്ടുള്ള ആ ഒരു ശേഷിയെക്കുറിച്ച് അവർക്ക് ബോധ്യം ഉണ്ടാവും. അപ്പം അവിടെ എല്ലാം നോക്കുന്നത് നോമിനൽ ജി ഡി പി ആണ്. പക്ഷെ നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എങ്ങനെ പുറത്തു നിന്ന് കാണുന്നു. ലൈക്ക് ഞാനൊരു അനോളജി പറഞ്ഞാൽ അത് ആക്യുറേറ്റ് ഒന്നും അല്ലെങ്കിലും, ഇപ്പൊ ഭൂമി പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഗോളവും അകത്ത് വരുമ്പോൾ പരന്നതുമാണ് അല്ലെ. നമ്മൾ നിൽക്കുന്നത് പരന്ന ഭൂമിയിലാണ്, നമ്മളല്ല ഗോളത്തിന്റെ മേളിൽ നിൽക്കുന്നു എന്നല്ല നമ്മുടെ ധാരണ. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ഒരു ഇതാണ്. അതേപോലെ നമ്മുടെ എക്കോണമിയെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ, കാരണം നമ്മുടെ കറൻസി ഒരു സോഫ്റ്റ് കറൻസിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോളർ, പൗണ്ടിനൊക്കെ വരുന്ന പ്രാധാന്യതാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പക്ഷെ PPP ആണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് PPP നോക്കിയാലല്ല, നമുക്ക് വീട് വാങ്ങിക്കണം, സ്ഥലം വാങ്ങിക്കണം, ശമ്പളം കൊടുക്കണം, സാധനം വാങ്ങിക്കണം, തക്കാളി, വഴുതനങ്ങ, പിന്നെന്താ വർമ്മ, ഷവർമ്മ, ഇതിനെല്ലാം നമ്മൾ രൂപയിൽ കൊടുത്താൽ മതി. നമ്മൾ ഡോളർ എത്രയാണെന്ന് അറിയേണ്ട കാര്യമില്ല, നമുക്കത് കിട്ടും. നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമ്മളൊരു ചായ കുടിക്കുന്നു, ഒരു വടയും കഴിക്കുന്നു, അതിനിവിടെ കൊടുക്കുന്ന പൈസ, ഓക്കെ, ചായയും വടയും കൂടെ നമ്മൾ 20 രൂപ കൊടുക്കുന്നു. 20 രൂപ ഡോളറിലാക്കി കഴിഞ്ഞാൽ എത്രയായി? ഒരു 25 സെൻസ് അത്രയും വരും. ഒരു ഡോളറിന്റെ 4/1 അല്ലേ, അത്രയായിരിക്കും വരിക. ഒരു ഡോളറിന്റെ 4/1 കൊണ്ട് നിങ്ങൾക്ക് ഒരു ചായയും വടയും അമേരിക്ക കിട്ടത്തില്ല. അതാണ് കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നതിന്റെ വ്യത്യാസമാണ്. അവിടെ ആക്ച്വലി നമുക്ക് ഇവിടെ ഇത് കിട്ടുന്നുണ്ട്, നമ്മളിത് കഴിക്കുന്നുണ്ട്, അതിന്റെ പ്രോട്ടീനും അതിന്റെ മറ്റേതും എല്ലാം നമ്മളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ പണം എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ. പേപ്പർ ആയാലും സംഖ്യ ആയാലും അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. പണം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അതിനെ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്കിവിടെ കിട്ടുന്ന എന്താണ്? നമുക്ക് ആ ചായയും വടയും കിട്ടി, നമ്മൾ 20 രൂപയെ കൊടുത്തുള്ളൂ. ആ 20 രൂപ ഡോളർ ആക്കി കഴിഞ്ഞാൽ, ഡോളർ ആക്കുന്നതിന് തന്നെ കമ്മീഷൻ വേറെ കൊടുക്കണം, ഡോളർ ആക്കി കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ല. അപ്പൊ എന്താ പ്രശ്നം? നമ്മൾ ആകെ മനസ്സിലാക്കേണ്ടതാണ്, അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ് വികസിത രാജ്യങ്ങളിൽ, ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്. പക്ഷെ നമുക്ക് ഒരേ സാധനമാണ് കിട്ടുന്നത്, പിന്നെ ക്വാളിറ്റി കുറവുണ്ട്, അത് ഇതുണ്ടെന്നൊക്കെ പറയും. ഇനി ക്വാളിറ്റി ഒന്നാണെങ്കിലും ഒരേ സാധനമാണ് കിട്ടുന്നത്. ക്വാളിറ്റി ഒന്നാക്കിയോ, ക്വാളിറ്റി സ്റ്റാൻഡർഡൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, അപ്പൊ PPP ആണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ജീവിക്കുന്നവർക്ക് PPP നോക്കിയാൽ മതി. നമ്മൾ നോമിനൽ GDP നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളൊരു ഐലൻഡ് അല്ല, നമ്മൾ ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ആളുകൾ പറയുന്ന ഒരു രസം, ഇന്ത്യയുടെ 86 രൂപയായിരുന്നു, ഇപ്പൊ 90 രൂപയായെന്നൊക്കെ പറഞ്ഞ കരച്ചിലാണ്. നമ്മുടെ കരച്ചിലെന്ന് പറഞ്ഞാൽ എന്നാ കരച്ചില്ല, എല്ലാം ഈ പൊളിറ്റിക്കൽ കരച്ചിലാണ്, അല്ലാതെ വേറെ കരച്ചിലൊന്നും അല്ല. അതായത് ഈ 86 രൂപ 90 രൂപ ആയത് ഈ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥതയും പിന്നെ ഓൾ കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, ഇത് ആരാ പറയുന്നത്? ഇത് ആരായി പോസ്റ്റ് ഇടുന്നത് അറിയാം? ഇപ്പോൾ ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ അമേരിക്കൻ കൺട്രീസിലോ ഒക്കെ ഇരുന്ന് അവിടുത്തെ ശമ്പളം വാങ്ങിക്കുന്നവര് ഡോളറിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവരുടെ ശമ്പളം വൻതോതിൽ കൂടുന്നുണ്ട്. ഈ കൂടിയ ശമ്പളം വാങ്ങിച്ചുകൊണ്ടാണ് ഇവര് രൂപയുടെ മൂല്യശോഷണം കുറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. ഐറോണിക്. അപ്പൊ നമുക്ക് തോന്നും സ്വന്തം ശമ്പളം കൂടിയെങ്കിലും രാജ്യത്തിന്റെ റുപ്പി
താഴോട്ട് പോകുന്നതിൽ മനം നൊന്തല്ലേ അവരിടുന്നത്, അവർ ദേശസ്നേഹികളല്ലേ, അവർ ഭയങ്കര കൺസേൺഡ് അല്ലേ എന്നൊക്കെ നമുക്ക് അങ്ങനെ അങ്ങനെ വിശ്വസിക്കാം. അല്ലാതെ പിന്നെ എന്താ ചെയ്യുക അതിനകത്തൊക്കെ. അപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്ന ആള് അർമാദിക്കായിരിക്കും ഇപ്പൊ. കാര്യം അയാൾ കൊണ്ടുവരുന്ന ഓരോ ഡോളറിനും ഇവിടെ ഈ പറയുന്ന 86 നിന്ന് 90 ആ ഒരു ഒറ്റ ഡോളറിന് വരുന്നു. അപ്പൊ അയാളൊരു $2 ലക്ഷം അല്ലെങ്കിൽ ഒരു $1 മില്യൺ വരികയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന എക്സ്ട്രാ പണം എത്രയായിരിക്കും? 1 മില്യൺ ആണ്. ഒരു 100 മില്യന്റെ ആണെങ്കിലും ഒരു ചെക്കാണ് മാറുന്നെങ്കിലും എത്ര വ്യത്യാസമായിരിക്കും വരുന്നത്. അത് ഈവൻ യൂട്യൂബിൽ വീഡിയോ ഇറക്കുന്നവരുണ്ട് ഇതിന്. അവരുടെ ശമ്പളം, അവരുടെ വരുമാനവും കൂടുന്നുണ്ട് യഥാർത്ഥത്തിൽ. അപ്പൊ ഇത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പുറത്തേക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് നല്ലതല്ല. നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നല്ലതല്ല. പക്ഷെ പുറത്തുനിന്ന് നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഈ ചോദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇഫ് ദർ ഈസ് 7% ആവറേജ് ഗ്രോത്ത്, വൈ ഈസ് ക്രെഡിറ്റ് ഗ്രോത്ത്, ഫ്രൈറ്റ്, ഇലക്ട്രിസിറ്റി ഡിമാൻഡ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓർ എക്സ്പോർട്സ് ഇതൊന്നും അതനുസരിച്ച് അഡ്യൂക്കേറ്റ്ലി റൈസ് ചെയ്യുന്നില്ലല്ലോ, എന്താണ് കാരണം? വൈ ഡു മാനുഫാക്ചറിങ് PMI ആൻഡ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് സംടൈംസ് ഷോ സ്ലോവർ എക്സ്പാൻഷൻ? അതായത് നിങ്ങൾ പറയുന്ന 7 അല്ലെങ്കിൽ 8 ഒക്കെ ഗ്രോത്ത്, അത് ആ രീതിയിൽ ചൈനയിലൊക്കെ കണ്ടതുപോലെ പോലും ഇല്ല എന്നാണ് പറയുന്നത്. Then why are job creation and consumption relatively weak? ജോബ് ക്രിയേഷൻ, അതായത് എംപ്ലോയ്മെന്റ്, വെൽത്ത് ക്രിയേഷൻ ഒന്നും അത് വീക്കായിട്ടാണ് തോന്നുന്നത്. ആ രീതിയിൽ ഒരു 7-8% വളരുന്ന ഒരു എക്കോണമിയുടെ അതനുസരിച്ചുള്ള സംഗതി കാണുന്നില്ല. അതായത് ഗ്രോത്ത് റേറ്റ് ഇത്രയുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒരു എഫക്റ്റ് കാണാനില്ല. ഇതാണ് അതിന്റെ കേസ്. അപ്പൊ ഇതിന് നമ്മളെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസ് ഇയർ മാറ്റി എന്നുള്ളതാണ്. നമ്മൾ ബേസ് ഇയർ 2015 ചേഞ്ച് ചെയ്തത്. The biggest controversy seems stem from the change introduced by the Ministry of Statistics and Program Implementation, MOSPI. Program Implementation in Ministry of Statistics Program Implementation. അതാണ് MOSPI, Ministry of Statistics and Program Implementation, in 2015. It shifted the base year from 2004-5 അല്ല 4-5 to 2012 11-12, അതായത് 5 നിന്നും 11 മാറ്റിയിരിക്കുന്നു എന്നുണ്ട്. അപ്പോൾ അന്ന് 2015 വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഗ്രോത്ത് റേറ്റ് 4.7 ആണെന്നാണ്. പെട്ടെന്ന് നമ്മൾ ബേസ് ഇയർ ഈ 2005 നിന്ന് 2015 മാറ്റി. എന്താണ് ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ? അവിടെ നിന്ന് ഉദാഹരണമായിട്ട് ബേസ് ഇയറോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കെട്ടിടം കെട്ടുന്നു, തറനിരപ്പിൽ നിന്ന് 1-ാം നിലയിലേക്ക് ഒരു 3 മീറ്റർ പൊക്കം ഉണ്ടെന്നിരിക്കട്ടെ, അല്ല 3 മീറ്റർ അല്ല, ഒരു 4 മീറ്റർ പൊക്കം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം 1-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക് 4 മീറ്റർ പൊക്കം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലേ? അപ്പം നമ്മൾ 1-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക് 4 മീറ്റർ ആണ്, പക്ഷെ തറയിൽ നോക്കുകയാണെങ്കിൽ 4-4-8 വരും, അല്ലേ? ഇപ്പം നമ്മൾ എവിടെ വെച്ച് ഒരു കണക്ക് കൂട്ടുമ്പോൾ എവിടെ നിന്നാണ് അതിന്റെ ബേസ് ആയിട്ട് എടുക്കേണ്ടതെന്നുള്ളതാണ്. ബേസ് ഇയർ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതയുണ്ട്. ആ സമയത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളും സേവനങ്ങളും അതിന്റെ വിലയും ഇൻഫ്ലേഷനും എല്ലാം നോക്കിയാണ്. അപ്പൊ ഈ ബേസ് ഇയർ ഷിഫ്റ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ എപ്പോഴും ഒരു ഗ്രോത്ത് റേറ്റ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഏത് വർഷമാണോ എടുക്കുന്നത് അതിന് അടുത്ത് വരുന്ന ഒരു ബേസ് ഇയർ എടുത്തെങ്കിൽ മാത്രമേ അത് കുറച്ച് റിയാലിറ്റി റിഫ്ലക്റ്റഡ് ആവുള്ളൂ. അതാണ് അതിന്റെ സത്യം. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് UN പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ 2015 2005 നിന്നും 11 മാറ്റിയത്. പക്ഷെ അത് ഇവർ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെ മുന്നോട്ട് വന്നത് കൊണ്ടല്ല, അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ബേസ് ഇയർ മുന്നോട്ട് വരരുതെന്നും ആരും പറയുന്നില്ല. പക്ഷെ പറയുന്നത്, നിങ്ങൾ ബേസ് ഇയർ വരുമ്പോൾ ഈ ഒരു ഒറ്റ ഇയറിൽ തന്നെ ഇത് എങ്ങനെ വന്നു? 2015 നിങ്ങൾ 4.7 എന്നും പറഞ്ഞിരുന്നു, എന്നിട്ട് പറയാണ് ഞങ്ങൾ ബേസ് ഇയർ മാറ്റിയവർ 6.9 വന്നു. അപ്പൊ ബേസ് ഇയർ മാറ്റുമ്പം ഡേറ്റ അങ്ങനെ ആയതല്ലേ, അത് യഥാർത്ഥ ഗ്രോത്ത് അല്ലല്ലോ എന്നുള്ളൊരു വാദം. സോ മൂവിങ് ഫ്രം ഫാക്ടർ കോസ്റ്റ് ടു മാർക്കറ്റ് പ്രൈസ്, ഇത് നമ്മളുടെ വേറെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു ടൂളിൽ വന്ന മാറ്റമാണ്. നമ്മളന്ന് ഞാൻ പറഞ്ഞു, ഈ GDP എടുക്കുന്നത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണ്. നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ഫാക്ടർ കോസ്റ്റ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഫാക്ടറിന്റെ കോസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ അതിന്റെ മാർക്കറ്റ് പ്രൈസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇതിനെക്കുറിച്ചും വിമർശനം പല ഏജൻസികളും പല എക്കണോമിസ്റ്റുകളും ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ മൂവ്ഡ് ഫ്രം കാൽക്കുലേറ്റിംഗ് GDP ഓൺ ഫാക്ടർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറിയാലോ, ഒരു പ്രൊഡക്ഷന്റെ കോസ്റ്റ്, അത് വെച്ച് എല്ലാത്തിന്റെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ച് അതിലുള്ള വ്യത്യാസം വെച്ചാണ് ഗ്രോത്ത് റേറ്റും അതിലുള്ള കൺസോൾട്ടേഷൻ വെച്ചാണ് GDP എടുത്തുകൊണ്ടിരുന്നത്. ടു മാർക്കറ്റ് പ്രൈസസ്, കോസ്റ്റ് പെയ്ഡ് ബൈ കൺസ്യൂമർ. സോ അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവല്ലോ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷന്റെ കോസ്റ്റ്, പിന്നെ കൺസ്യൂമർ പേ ചെയ്യുന്ന മാർക്കറ്റ് റേറ്റ്, അത് തമ്മിലുള്ള വ്യത്യാസം.
അത് ഇൻഫ്ലേറ്റ് ചെയ്യും, ഉറപ്പായിട്ടും ഇൻഫ്ലേറ്റ് ആവും. പക്ഷെ അതല്ലേ ഒരു സാധനം ഒരാൾ വാങ്ങിക്കുന്നതാണോ അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഈ മാർക്കറ്റ് റേറ്റിൽ വരുമ്പം പലപ്പോഴും പ്രോഫിറ്റ് അതിനകത്ത് വരാം. പ്രോഫിറ്റ് എടുക്കണമല്ലോ, കാരണം വെച്ചാൽ ഇൻകം ബേസിൽ വെച്ച് എടുക്കുമ്പോൾ ഈ പ്രോഫിറ്റ്, വേജ്, സാലറി, പിന്നെ പലിശ, ഇതെല്ലാം അതിനകത്ത് വരേണ്ടതാണ്. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് മാർക്കറ്റ് റേറ്റിലുള്ള ഇതാണ്, അല്ലാതെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് പിന്നെയും അതിന് പല ഘട്ടങ്ങളിലൂടെയാണ് ഒരു സാധനം പോകുന്നത്. അപ്പോൾ ഇത് അതാണ് ശരിക്കും ഉള്ള ഒരു GDP എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത് തെറ്റൊന്നുമില്ല, പക്ഷെ ഇതാണ് കാരണം എന്നൊക്കെ ഉള്ള രീതിയിൽ പല രീതിയിലും പറയും. Then calculation at market prices include indirect taxes and excluded subsidies. അങ്ങനെ ഒരു ആരോപണം, അത് ശരിയാണ്. ഇൻഡയറക്ട് ടാക്സസും സബ്സിഡീസും ഒഴിവാക്കിക്കൊണ്ടുള്ള മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേഷൻ ആണ് നമ്മൾ നടത്തുന്നത്. Critics argue that this change inherently pushes up the headline GDP number, making the growth rate appear faster than the underlying economic activity measured by the production or income. ഇത് നമ്മളുടെ ഗ്രോത്ത് റേറ്റ് വിചാരിച്ചതിലും കൂട്ടും, അതിന്റെ റേറ്റ് കൂട്ടും എന്നുള്ളതാണ് വാദം. പിന്നെ അതുപോലെ തന്നെ ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കലും അതുപോലെ തന്നെ മോണിറ്ററിങ്ങിനും ഒക്കെ പുറത്തു വരുന്ന സെക്ടേഴ്സ്, അല്ലെങ്കിൽ വേണ്ടത്ര ഡേറ്റ ഇല്ലാത്ത സെക്ടേഴ്സ്. ഒരു വില്ലേജ് എക്കോണമി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ പണ ഇടപാട് തന്നെ നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളെല്ലാം UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ അപ്പോഴെല്ലാം റെക്കോർഡഡ് ആണ്. അതേസമയം UPIക്ക് പുറത്തുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആവില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ പലരും പൈസ കൈ വാങ്ങിക്കാറില്ലേ, ഇപ്പോൾ കച്ചവടക്കാർ തന്നെ UPI ട്രാൻസാക്ഷൻ ഇല്ലയെന്ന് എഴുതി വെക്കില്ലേ. അപ്പോൾ ആ പൈസ അക്കൗണ്ടഡ് അല്ല. അവർ അക്കൗണ്ട് ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവർ അക്കൗണ്ട് ആക്കണം. അതിന് അവരൊരു മെനക്കെട്ടില്ലെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പം ഇന്ത്യ ഹാസ് എ വാസ്റ്റ് ഇൻഫോർമൽ എക്കോണമി, അൺഓർഗനൈസ്ഡ് സെക്ടർ വിച്ച് അക്കൗണ്ട്സ് ഫോർ എ സിഗ്നിഫിക്കൻറ്റ് ഷെയർ ഓഫ് വർക്ക് ഫോഴ്സ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപ്പാദനങ്ങളും വിതരണങ്ങളും എല്ലാം തന്നെ സർവീസും ഒക്കെ ഇൻഫോർമൽ സെക്ടറിലാണ്. നമ്മൾ ടാറ്റ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ ഇൻഫോസിസ് എത്ര പ്രൊഡ്യൂസ് ചെയ്തു, ഫെൽ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, ഹാൽ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നിങ്ങനെ നോക്കുകയാണ്. പക്ഷെ എല്ലാം ഇത്രയും വലിയൊരു രാജ്യമാണ്, അൺഓർഗനൈസ്ഡ് ആൻഡ് ഇൻഫോർമൽ സെക്ടറിലാണ് ഇതിനകത്ത് ശരിക്കും പ്രൊഡക്ഷൻസും ഡിസ്ട്രിബ്യൂഷനും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാവുന്നത്. അത് നേരെ അക്കൗണ്ട് ചെയ്യുന്നില്ല. എന്ന് പറയുമ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ GDP കുറവല്ലേ എന്നല്ലേ ഭയങ്കര. അതല്ല വിഷയം. നമ്മളങ്ങനെ അക്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ അതിൻ്റെ കൃത്യമായിട്ട് കണക്കമിടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്റർപൊളേഷൻസും പ്രൊജക്ഷൻസും നടത്തും. അതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും, സ്പെക്കുലേഷൻസ് നടത്തും, എന്നിട്ട് അതിനൊരു ഓടക്കൊരു കണക്ക് കൊടുക്കും. ഇതാണ് വിഷയം. അല്ല, നമ്മളിത് പൂർണ്ണമായി പരിഗണിക്കാതെ ലോകത്തൊരു രാജ്യവും, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യം, ഇൻഫോർമൽ എക്കോണമി, അൺഓർഗനൈസ്ഡ് സെക്ടറിലെ പ്രൊഡക്ഷൻസും സർവീസസും ഇല്ലാതെ GDP കണക്ക് കൂട്ടില്ല. പക്ഷെ നമ്മളതിന് കണക്ക് കൂട്ടുന്ന രീതി എന്ന് പറയുന്നത് പരിഷ്കൃതമല്ല, അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് അല്ല എന്നുള്ളതാണ് ഭാഗം. അതായത് നമ്മൾ ഇന്റർപൊളേറ്റ് ചെയ്യുന്നു, നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു, നമ്മൾ പോയി ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ആക്യുറേറ്റ് അല്ല. So the measurement of the informal sector largely relies on extrapolations of the formal sector data and periodic surveys. ഇടയ്ക്ക് കുറേ സർവേ നടത്തും. സർവേ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ സർവേ പോലല്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർവേ, rather than ഡയറക്റ്റ് റിയൽ ടൈം ട്രാക്കിംഗ്. അതാണ് നമ്മുടെ GDPയുടെ ഒരു പ്രശ്നം. അതായത് പബ്ലിക് സെക്ടറിൽ ഇത്രയുണ്ട്, അല്ലെങ്കിൽ ഫോർമൽ സെക്ടറിൽ ഇത്രയുണ്ട്, അപ്പോൾ ഇൻഫോർമൽ സെക്ടറിൽ ഇത്ര ഉണ്ട്, അതിൻ്റെ അതെടുത്ത് ഇതിനകത്ത് ആരോപിക്കൽ ആണ്. അതിൻ്റെ ഒരു നിരക്കൊക്കെ വെച്ച് അത്ര ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ അത് കൂടുതലായിരിക്കും, കുറവായിരിക്കും. സോ നമ്മുടെ ഇൻഫോർമൽ സെക്ടർ സംബന്ധിച്ചുള്ള നമ്മുടെ ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലിറ്ററേച്ചർ പോലെയാണോ എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷെ ഇങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ. കണക്കെടുക്കാൻ കഴിയാത്തടത്ത് കണക്ക് ഊഹിച്ചെടുക്കാനല്ല പറ്റുള്ളൂ. അല്ലാതെ വേറെ എന്താ വഴി? അപ്പൊ കൂടുതൽ അതിനെ ഈ ഫോർമൽ സെക്ടറിലെ ഫോർമലൈസ് ചെയ്യുക. അതാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താ പറയുക, ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരാൾ ചായ കാപ്പി എന്ന് പറയുന്ന ആൾ നമ്മളൊരു QR കോഡ് കാണിച്ച് സൈൻ ചെയ്യുമ്പോൾ ആക്ടിവിറ്റി രജിസ്റ്റർഡ് ആയി, ബാങ്ക് വഴിയാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരെയും UPIയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഫോർമൽ സെക്ടറിനെ ഫോർമൽ സെക്ടർ ആക്കുകയാണ്. ഇപ്പം മത്തി വിൽക്കുന്നവരാണേലും വേറെ എന്ത് സാധനം ആണെങ്കിലും അത് അക്കൗണ്ടഡ് ആവുകയാണ്. ആ ഒരു ആക്ടിവിറ്റി, എക്കണോമിക്കൽ ആക്ടിവിറ്റി അക്കൗണ്ടഡ് ആവുകയാണ്. പക്ഷെ പൈസ കൈ തന്നാൽ മതി എന്ന് പറയുന്നവർ ഇൻഫോർമൽ ആക്കുകയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം.
പിന്നെ അതിനൊരു ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ഡിമോണിറ്റൈസേഷൻ, GST ഇമ്പാക്ട്. GST കൊണ്ടുവന്നു, ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നു. ഫോളോയിങ് ദ ഡിസ്റപ്റ്റീവ് ഇവന്റ്സ് ലൈക്ക് ഡിമോണിറ്റൈസേഷൻ ഇൻ 2016 ആൻഡ് GST റോൾ ഔട്ട്, ദ ഇൻഫോർമൽ സെക്ടർ സഫേർഡ് സിവിയർ ഷോർട്ട് ടൈം ഷോക്സ്. But the official GDP methodology may have failed to fully capture the depth and slowdown of the unorganized sector, leading the overly optimistic national figure. കാരണം ഇപ്പം ഈ ഡിമോണിറ്റൈസേഷൻ അതുപോലെ തന്നെ GST ഒക്കെ കൊണ്ടുവന്നപ്പോൾ അത് ഫോർമൽ സെക്ടറിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനെ നമുക്ക് കണക്കുണ്ട്. പക്ഷേ ഈ ഇൻഫോർമൽ ആയിട്ടുള്ള അൺഓർഗനൈസ്ഡ് സെക്ടറിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ എത്ര ഷോക്ക് ഉണ്ടായാലും നമുക്ക് വലിയ കണക്കുകളില്ല, നമുക്ക് ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നാഷണൽ ആയിട്ട് ഒരു ബോയൻസി ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കും അവിടെ അങ്ങനെ ആയിരിക്കും. അവിടെ എങ്ങനെ ആയിരിക്കും എങ്ങനെ അറിയാൻ കഴിയും? എങ്ങനെയാണ് മൈക്രോ ലെവലിൽ ഇത് സഫർ ചെയ്തതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് വാദം. നമ്മുടെ തന്നെ ഫോർമർ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ടുള്ള അരവിന്ദ് സുബ്രഹ്മണ്യം, അദ്ദേഹം പറയുന്ന ഒരു കാര്യം നോക്കുക. MOSPI began using the Ministry of Corporate Affairs MCA 21 database to capture corporate sector activity more broadly rather than relying solely on the annual surveys of large companies. അതായത് നമ്മൾ ഈ കോർപ്പറേറ്റ് സെക്ടറിന്റെ അവിടെ ഉൽപാദനങ്ങളും സേവനങ്ങളും സംബന്ധിച്ച് നമ്മളെ കണക്കെടുപ്പിൽ നമ്മളൊരു മാറ്റം കൊണ്ട് നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ MCA 21 എന്ന് പറയുന്ന ഡേറ്റാബേസ് ആണ് ഉപയോഗിക്കുന്നത്. പണ്ടാണെങ്കിൽ ഈ ആനുവൽ സർവേസ് ഓഫ് ലാർജ് കമ്പനീസ്, വലിയ കമ്പനികളുടെ ആനുവൽ സർവേസ് ആയിരുന്നു നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അത് നമ്മൾ ആ രീതി മാറ്റി. അപ്പം ഇത് എന്താണ് ഓവർ എസ്റ്റിമേഷനും വാല്യൂ അഡീഷനും കാരണമാകുമെന്നാണ് നമ്മളെ തന്നെ ഫോർമർ എക്കണോമിക് അഡ്വൈസർ ആയിരുന്ന അരവിന്ദ് സുബ്രഹ്മണ്യനെ പോലെയുള്ളവർ പറയുന്നത്. അതുപോലെ they claim the new series is susceptible to measurement errors, potentially causing post 2021 growth rate to be overstated by about 2.5%. ചിലർ ഒരു 1.5 to 2.5% വർധനവ്, പോസിബിൾ വർധനവ് ഇത് രീതിയിൽ ഈ ഡേറ്റാ സോഴ്സ് മാറ്റിയതിലൂടെ. നമ്മൾ പണ്ട് കമ്പനി ആനുവൽ സർവേസും ലാർജ് കമ്പനീസിന്റെ ആ ഒരു ബേസിലായിരുന്നു നമ്മൾ ഡേറ്റ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് മാറ്റിയിട്ട് നമ്മൾ MCA 21 ഡേറ്റാബേസ് എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ ഡേറ്റ എടുക്കുന്നതിലുള്ള വ്യത്യാസമാണ്. അതൊരു ഒരു ഇൻഫ്ലേഷന് കാരണം, ഇൻഫ്ലേറ്റഡ് ഫിഗേഴ്സ് വെച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ ഗ്രോത്ത് റേറ്റും ഔട്ട്പുട്ടും കാണിക്കും എന്നുള്ളതാണ് ഒരു വാദം. ഇതാണ് ഈ അതുപോലെ തന്നെ കൊറാബറേറ്റിംഗ് ഡേറ്റാസ്, അതായത് ഈ ഡേറ്റകൾ തമ്മിലുള്ള ഒരു തെളിവ് പോലെയല്ല കൊറോബറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡിസ്കണക്ട് ബിറ്റ്വീൻ കൊറാബറേറ്റിംഗ് ഡേറ്റ അനുസരിച്ച് റിയൽ ഇൻകം ഇല്ല, റിയൽ ഔട്ട്പുട്ട് ഇല്ല എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ഒരു ഡിസ്കണക്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഇത് നോക്കുക, അത് പലതായിട്ട് എടുക്കാം. ഒരു ഹൈ GDP ഗ്രോത്ത് വരുമ്പോൾ ഇപ്പം 7 അല്ല 8.2 ഒക്കെ പോലെയുള്ള ഒരു ഗ്രോത്ത് റേറ്റ് വരുമ്പം ബാങ്ക് ക്രെഡിറ്റ് കൂടണം, ആളുകൾ ലോൺ എടുക്കുന്നത് കൂടണം അല്ലേ? ഭവന വായ്പ അല്ല ഇൻവെസ്റ്റ്മെന്റ് വായ്പ, വിദ്യാഭ്യാസ വായ്പ, ആളുകൾക്ക് പൈസ വേണം. ഈ പൈസ പോയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഉൽപ്പാദനം നടക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം, ഹൈ GDP ഷുഡ് ഡ്രൈവ് സ്ട്രോങ് ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ്, ബട്ട് ബാങ്ക് ക്രെഡിറ്റ് ഗ്രോത്ത് റിമൈൻഡ് റിലേറ്റീവ്ലി സബ്ഡ്യൂഡ് ഫോർ എ ലോങ് പീരീഡ്. ഇന്ത്യയിൽ ഒരുപാട് നമ്മുടെ GDPയുടെ ഗ്രോത്ത് റേറ്റ് എബോവ് 6 to 8 ഒക്കെയാണ് എപ്പോഴും വർഷങ്ങളായിട്ട് ഇപ്പം നിലനിൽക്കുന്നതെങ്കിലും ഒരു 6 മെയിൻ ഒരു ആവറേജ് 6.5 ഒക്കെ നിൽക്കുന്നെങ്കിലും ബാങ്ക് ഒരു വർഷം കൊടുത്ത മൊത്തം ലോൺ ഇന്ത്യയിലെ ഫോർമൽ സെക്ടറാണല്ലോ, ബാങ്ക് നല്ല ഫോർമൽ സെക്ടറാണ്. ആ കഴിഞ്ഞ വർഷം കൊടുത്തതിൻ്റെ ഇത്ര ശതമാനം കൂടിയിട്ടുണ്ടോ നോക്കുക. ഇപ്പോൾ 7.8 അല്ലെങ്കിൽ 7% ഗ്രോത്ത് ഉള്ള ഒരു എക്കോണമിയിൽ അത്രയും ഈ ലോണിന്റെ കാര്യത്തിൽ അത്രയും കൂടിയിട്ടുണ്ടോ നോക്കുമ്പോൾ ഇല്ല. അപ്പൊ അതെവിടെ പോയി? എന്തുകൊണ്ട്? അതായത് അവർ പറയുന്നതല്ല പൊതുവിൽ കരുതുന്നത്, വളരുന്ന എക്കോണമിയിൽ ലോൺ കൂടുതൽ ആവശ്യമുണ്ട്, ആളുകൾക്ക് പണം ആവശ്യമുണ്ട്, പണം ഉണ്ടെങ്കിലല്ല ചെലവഴിക്കാൻ പറ്റുക. അത് പണം എടുക്കുന്നത് ബാങ്കിൽ നിന്ന്. പക്ഷെ ഇൻഫോർമൽ സ്ട്രക്ചർ വളരെ വലിയതാണെങ്കിൽ, ബാങ്കിങ് ഹാബിറ്റ് വളരെ കുറവാണെങ്കിൽ ഇത് അതേപോലെ അവിടെ റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. ഇന്ത്യ പോലുള്ള ഒരു എക്കോണമിയിൽ ബാങ്കിങ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിലല്ലേ ബാങ്കിങ് ഹാബിറ്റ്സ് നമുക്കെല്ലാം വരുന്നത്. ഞാൻ തന്നെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് എത്ര വർഷം, 20 വർഷം ആയില്ല. അതാണ് അവസ്ഥ, ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട്. അപ്പോൾ ബാങ്ക് നോക്കൂ, ഫുള്ളി ബാങ്ക് മോണിറ്ററൈസ്ഡ് ആണ്, ബാങ്കിൽ വഴിയാണ് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആക്ടിവിറ്റി എല്ലാം നടക്കുന്നതെങ്കിൽ 7.8% ഗ്രോത്ത് ഉണ്ടെങ്കിൽ അവിടെയും തത്തുല്യമായ ഗ്രോത്ത് ഉണ്ടാവും, കറക്റ്റ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ വരില്ല. അതാണ് ഇന്ത്യ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഇവർ നമ്മളെ
നമ്മളിലെ സംശയം തീർത്തുന്നു. പിന്നെ അതുപോലെ ഹൈ മാനുഫാക്ചറിങ് GBA, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് IIP, അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ദ ഗ്രോസ് വാല്യൂ ആഡഡ്, ഈ GBA കണക്ക് വെച്ചാണ് നമ്മുടെ GDP എടുക്കുന്നത്. ഫ്രം ദ മാനുഫാക്ചറിങ് സെക്ടർ ഓഫ്റ്റൻ ഗ്രീവ് ഫാസ്റ്റർ ദാൻ ദ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാപ്ചേർഡ് ബൈ, അതായത് പ്രൊഡക്ഷൻ ലെവലിലുള്ള വർധനയേക്കാൾ വലിയത് എന്ത് സംഭവിക്കുന്നു, മാർക്കറ്റ് റേറ്റിലുള്ള GBAക്ക് വരുന്നു. അത് വരാനൊരു സാധ്യതയുണ്ട്. ഫാക്ടർ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചല്ല നമ്മളിപ്പോൾ എടുക്കുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൂടെ ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനുമായിട്ട് അടുത്ത് നിൽക്കും. ഇതിപ്പോൾ കുറച്ചുകൂടെ മാർക്കറ്റ് റേറ്റിൽ എടുക്കുന്നുണ്ട്. ഒരു ഡിസ്പാരിറ്റി, ഒരു ഡിസ്കണക്ട് അതുമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഹൈ GDP, എംപ്ലോയ്മെന്റ് ആൻഡ് കൺസ്യൂമർ കോൺഫിഡൻസ് വരും. എംപ്ലോയ്മെന്റ് കൂടും, സ്പെൻഡിങ് കൂടും, എല്ലാം വരേണ്ടതാണ്. അപ്പൊ എന്താണ് പക്ഷെ നമ്മൾ കാണുന്ന റാപ്പിഡ് ഗ്രോത്ത് ഷുഡ് റെഡ്യൂസ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ബൂസ്റ്റ് കൺസ്യൂമർ കോൺഫിഡൻസ്. അപ്പം നല്ല രീതിയിൽ 7.5 7 വെച്ച് വളരുന്നൊരു എക്കോണമിയിൽ തൊഴിലവസരങ്ങൾ കൂടേണ്ടതാണ്, കൺസ്യൂമറുടെ കോൺഫിഡൻസ് കൂടേണ്ടതാണ്. ബട്ട് ഡേറ്റ ഓൺ എംപ്ലോയ്മെന്റ്, പർട്ടിക്കുലർലി ക്വാളിറ്റി ജോബ്സ് ഓഫ്റ്റൻ ലാഗ്ഡ് ഫോർ ബിഗിൻ. നല്ല ശമ്പളം കിട്ടുന്ന ജോലികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഗ്രോയിങ് എക്കോണമിയുടെ ഒരു പച്ച അവിടെ കാണാനില്ല. പിന്നെ എക്സ്പോർട്സിൽ ഹൈ GDP, എക്സ്പോർട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ്പോർട്ട് കൂടുതലായിരിക്കും, ഉറപ്പ്. പക്ഷെ എങ്ങനെ കൂടുതലായിരിക്കും? ഈ GDP വളരുന്നതനുസരിച്ച് നമ്മുടെ എക്സ്പോർട്ട് കൂടണം. കാര്യം നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നതാണ്. അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വരും. നമ്മൾ പ്രൊഡക്ഷൻ സൈഡാണ്, പ്രൊഡക്ഷൻ മെത്തേഡാണ് നോക്കുന്നതെങ്കിലും ഗ്ലോബൽ ഡിമാൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് എക്സ്പോർട്ട് ഗ്രോത്ത് ഡിഡ്ന്റ് ഓൾവേസ് മാച്ച് ദ സ്ട്രോങ് ഡൊമസ്റ്റിക് ഗ്രോത്ത് ഇംപ്ലോയിഡ് ബൈ അവർ GDP ഗ്രോത്ത് റേറ്റ്. നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് പറയുന്ന രീതിയിലുള്ള ഒരു എക്സ്പോർട്ട് ഗ്രോത്ത് റിയൽ കാണാനില്ല. ഇപ്പൊ എന്തൊക്കെയോ നിങ്ങൾ ഇച്ചിരി കൂടുതൽ കാണിക്കല്ലേ എന്നുള്ള ചോദ്യം. പക്ഷേ ഇത് നോക്കുക, ഈ MC121 ഡേറ്റയെ കുറിച്ച് ഈ ഇദ്ദേഹമൊക്കെ പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, അല്ല നമ്മുടെ അരവിന്ദ് സുബ്രഹ്മണ്യൊക്കെ പറഞ്ഞ ഡേറ്റ, അതിന് മറുപടി ഇന്ത്യ ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നുണ്ട്, അല്ലെ അതുമായിട്ട് ഇതിനെ എതിർക്കുന്ന ആളുകൾ കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നത് യൂസ് ഓഫ് MCA21 database increased coverage and accuracy. And using the MCA21 database, Ministry of Corporate Affairs provides much wider, much more timely and a comprehensive coverage of cooperative sector compared to the relying physical sample surveys, especially capturing smaller and fast growing formal firms. അതായത് കുറെ ഫേംസിന്റെ ആനുവൽ റിപ്പോർട്ട്സും മറ്റ് ബാലൻസ് ഷീറ്റും അങ്ങനെയൊക്കെ പരിശോധിച്ചൊരു നിഗമനത്തിൽ എത്തുന്നതിനേക്കാൾ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് ഈ പറയുന്ന MCA21 എന്നുള്ളത് എന്നാണ് നമ്മുടെ വാദം. അത് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണ്, സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിലേക്ക്, ഫാക്ടർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് മാർക്കറ്റ് പ്രൈസിലേക്ക് മാറിയതിനെ കുറിച്ച് പറയുമ്പോൾ അതും എന്താണ്, അതൊന്നും നമ്മൾ വെറുതെ ചെയ്തതല്ല. UN-ന്റെ ഒരു സിസ്റ്റം ഉണ്ട്, നാഷണൽ അക്കൗണ്ട്സ് SNA 2008 എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസിന്റെ. അപ്പോൾ അത് ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ മാറിയപ്പോഴാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ച് GDP പ്രൊഡക്ഷൻ മെത്തേഡ് GDP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് നേരെ നമ്മൾ മാർക്കറ്റ് പ്രൈസിലേക്ക് മാറിയത്. നമ്മളല്ല, നമ്മളോട് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്, ഈ സ്റ്റാൻഡേർഡാണ് IMF-ഉം വേൾഡ് ബാങ്കും പിന്നെ യൂറോസ്റ്റാറ്റ് അങ്ങനെയൊക്കെ കുറേ ഏജൻസികൾ ഇതാണ് ഫോളോ ചെയ്യുന്നത്. അവരിലേക്ക് നമ്മൾ മാറിയതാണ്, അല്ല നമ്മൾ എന്താ പറയുന്നത് സ്വന്തം ഇച്ഛ പ്രകാരം ചെയ്തതല്ല എന്നുള്ളതാണ്. പിന്നെ മെഷർമെന്റ് ഓഫ് ഇൻഫോർമൽ സെക്ടർ ഇംപ്രൂവ്ഡ് സർവേസ്. MOSPA uses various large-scale periodic surveys like NSSO's annual survey to estimate the informal sector, ensuring a robust statistical methodology that attempts to capture large part of economy. ഇപ്പോൾ നമ്മൾ ഈ ഇൻഫോർമൽ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞില്ല, അതിന്റെ കണക്കെടുക്കില്ല, സർവേകളും മറ്റു കാര്യങ്ങളും വഴിയാണ് നമ്മൾ അതിന്റെ തീരുമാനത്തിലെത്തുന്നതെന്ന് പറഞ്ഞു. കാര്യം അവിടെ എന്ത് നടക്കുന്നത് നമുക്ക് അറിയില്ല. അത് നമ്മളൊരു ആട്രിബ്യൂട്ട് ചെയ്ത് ഇന്റർപോളേറ്റ് ചെയ്തൊക്കെയാണ് ഡേറ്റ ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷെ നമ്മൾ അക്കാര്യത്തിൽ ഒന്നും ചെയ്യായില്ല. നമ്മളുടെ ഇൻഫോർമൽ സെക്ടറിൽ എന്തുമാത്രം ഉൽപാദനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത് നമ്മൾ സർവേ വഴി തന്നെയാണ് അറിയുന്നത്. പക്ഷെ ആ സർവേ എന്ന് പറയുന്ന ടൂള് നമ്മൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് NSSO എന്ന് പറയുന്ന ആനുവൽ സർവേ. സോ ഇറ്റ്സ് എ റോബസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജി. പിന്നെ അതുപോലെ ഡിസ്കണക്ട് വിത്ത് corroborating data sectoral shift. The economy is shifting away from manufacturing and heavily towards service sector. അതും നോക്കുക. നമ്മളുടെ
സ്ട്രെസ് മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമായിട്ട് നോക്കണമെങ്കിൽ മാനുഫാക്ചറിങ്ങിൽ നിന്ന് നമ്മൾ സർവീസ് സെക്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കോണമി എന്ന നിലയിൽ ആ രീതിയിൽ നമ്മൾ നടത്തിയ കാര്യങ്ങളും സാധൂകരിക്കാനും ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഹൈ ഗ്രോത്ത് ഇൻ സർവീസസ്, ഡിജിറ്റൽ എക്കോണമി, UPI നമുക്കറിയാം. ഇതേപോലെ തന്നെ യൂട്യൂബ്, എല്ലാം ഇതിനകത്ത് വരുന്നത്. ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേ നോട്ട് ബി ഇമ്മീഡിയറ്റ്ലി കോറിലേറ്റ് വിത്ത് ട്രഡീഷണൽ ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഓർ ഫോറിൻ മൂവ്മെന്റ്. അതായത് കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ്. ഈ അപ്ഡേഷനെ ഇവർ ചോദ്യം ചെയ്യുന്നു. ഇവർ അപ്ഡേഷനെ ചോദ്യം ചെയ്യുന്നതിന്റെ കാര്യം ഇതല്ല, ഒറ്റ കാര്യമുള്ളൂ. അതായത് അപ്ഡേഷനെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് റേറ്റ് കൂടുതൽ കാണിക്കുന്നു. അങ്ങനെ കാണിക്കാൻ പാടില്ല. നിങ്ങൾ വേണേൽ അപ്ഡേറ്റ് ചെയ്തോളൂ, പക്ഷെ ആ പഴയ ഗ്രോത്ത് റേറ്റ് വേണം. ഇത് തമ്മിൽ ഒരു ലോജിക്കൽ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അവർ ചോദിക്കും, അപ്പൊ നിങ്ങൾ പണ്ട് ഇത്രയും ഗ്രോത്ത് റേറ്റ് കുറച്ച് കാണിക്കുകയായിരുന്നു എന്ന് ചോദിക്കും. നമ്മൾ പറയും, കുറച്ച് കാണിക്കുകയായിരുന്നു എന്ന് അർത്ഥമില്ല. അന്ന് ഇല്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ UPI ട്രാൻസാക്ഷൻ, അങ്ങനെയൊക്കെ കുറെ, ഒന്നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇനി പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ രീതി ഗ്രോത്ത് റേറ്റ് കൂടത്തൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ബേസ് ഇയറും ഈ ഒരു ടൂളും ഈ സ്റ്റാറ്റിസ്റ്റിക്സും സർവീസും എല്ലാം എടുത്തു കഴിഞ്ഞാൽ കൂടത്തൊന്നുമില്ല. കാരണം ഇതിന്റെ ബാസ്ക്കറ്റുകൾ വ്യത്യാസമാണ്. അന്ന് പരിഗണിക്കുന്ന വിഷയങ്ങളും അന്ന് ഉണ്ടാകുന്ന വസ്തുതകളും അതിന്റെ റെലവൻസും അവിടുത്തെ ഇൻഫ്ലേഷനും അത് വ്യത്യാസമാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ ഈ ഗ്രോത്ത് റേറ്റിനെ കുറിച്ചോ GDP കുറിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് വെറുതെ നമ്മൾ എന്താ പറയുക, നമുക്ക് തോന്നുന്ന എഴുതി കൂട്ടുമല്ല. നോക്കൂ, വേൾഡ് ബാങ്കിന്റെ ഒരു കണക്കാണ്. വേൾഡ് ബാങ്കിൽ IMFന്റെ ഡേറ്റ മാപ്പർ ഒക്ടോബർ 2025 വെച്ച് നോക്കൂ. ഇത് നമ്മളുടെ ഡേറ്റ മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ മാത്രമല്ല, നമ്മളുടെ ഈ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യം, മൈക്രോ ഡേറ്റകൾ വരെ ഈ IMFനും വേൾഡ് ബാങ്കിനും ഒക്കെ ആക്സസിബിൾ ആണ്. അവരത് പഠിച്ചിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്യാണ്. അവർ കുത്തിയിരുന്ന് പഠിക്കില്ല, എല്ലാം കമ്പ്യൂട്ടർ. ഇന്ത്യയിലെ ഓരോ മൂവ്മെന്റ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, ഈവൻ മൈക്രോ ലെവൽ ഡേറ്റ വരെ അവർ പഠിച്ചിട്ടാണ് അവരുടെ കമ്പ്യൂട്ടർ പ്രൊജക്ഷൻസ് വരുന്നത്. ഇത് നോക്കൂ, നമ്മുടെ ഗ്രോത്ത് റേറ്റ് ഇതിനകത്ത് റിയൽ GDP ഗ്രോത്ത് റേറ്റ് കണ്ട, ഇതാണ് ഈ ചുവന്ന ലൈൻ. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് താഴുന്നു. അത് പറയുന്നു IMF അംഗീകരിക്കുന്നു. പിന്നെ എന്നാലും നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? പിന്നെ ഇതൊക്കെ ഇങ്ങനൊന്നും ആയിരിക്കില്ല, ഇന്ത്യ വിശ്വസിക്കാൻ പറ്റില്ല, തേർഡ് വേൾഡ് കൺട്രിയാണ്, ചൈനയെ പോലെയാണ്, സംശയാസ്പദമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നോക്കൂ, ഇന്ത്യസ് റാപ്പിഡ് ക്ലൈംബ് ഇൻ നോമിനൽ GDP സർപ്പാസിംഗ് UK ആൻഡ് പാസ്റ്റ് അതേഴ്സ്. ജപ്പാൻ ഓൾസോ, UK ഇതിനകത്ത് ജപ്പാനില്ല, ഈസ് എ സിമ്പിൾ അൺഡിനയബിൾ ഫാക്ട്. അതൊരു ഫാക്ട് തന്നെയാണ്, നമുക്ക് വിഷവേ ചെയ്യാൻ പറ്റില്ല. And it is supported by global agencies like IMF, World Bank. The size is real, driven by market exchange rates. Now focus on per capita. The skepticism focus on the quality of growth. അത് ശരിയാണ്, നമ്മൾ ക്വാളിറ്റി ഓഫ് ഗ്രോത്ത് ഇൻക്ലൂസീവ് അല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കാര്യം, നമുക്ക് ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ട്, നമുക്കൊരു 8 crore എങ്കിലും കുറഞ്ഞത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ, ഒരു പറയുന്ന രേഖയ്ക്ക് താഴെയാണ്. അപ്പോൾ ഒരു വലിയ കാര്യം, അത് ബ്രിട്ടന്റെ പോപ്പുലേഷനാണ്. ഈ 8 crore എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ടോട്ടൽ പോപ്പുലേഷൻ അതിലുണ്ട്. അപ്പൊ അതൊക്കെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇവർ പെർ ക്യാപിറ്റ ഇൻകം, പിന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇതൊരു 4 trillion എക്കോണമി എന്ന് പറയുമ്പോൾ തോന്നുന്ന ആ ഒരു സംഗതി ഇല്ല. അതാ അതിന്റെ പ്രത്യേകതയാണ്. പക്ഷെ 4 trillion ഇല്ലെന്ന് പറയുമ്പോഴാണ്, അതുകൊണ്ട് 4 trillion ഇല്ല എന്ന് പറയാൻ പറ്റുമോ? തിരിച്ചു ചിന്തിക്കേണ്ട ഇത്രയും പേരുടെ ആക്ടിവിറ്റീസ്. ഇനി മാത്രമല്ല, നമ്മൾ പെർ ക്യാപിറ്റ ഉയർത്തി കാണിക്കുന്നുമില്ലല്ലോ. പെർ ക്യാപിറ്റ നമ്മുടെ വളരെ താഴെയാണല്ലോ. അത് റിഫ്ലക്ട്, നിങ്ങൾ പെർ ക്യാപിറ്റ മാത്രം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലൈഫ് സ്കെയിൽ ഇൻഡെക്സ് നമുക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ ഇന്ത്യ യൂസസ് എ UN സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ടിങ്. ഈ ഒരു ബുക്കാണ് നമ്മുടെ 2008 എ സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ്, എങ്ങനെയായിരിക്കുന്ന രാജ്യങ്ങൾ അവരുടെ അക്കൗണ്ടിങ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശ തത്വമുണ്ട്. അതാണ് നമ്മൾ പാലിക്കുന്നത്, മനസ്സിലായോ? ഇന്ത്യ കാൽക്കുലേറ്റ്സ് GDP യൂസിങ് UN സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ്, SNA 2008. അതാണ് ദ സെയിം ഗ്ലോബൽ ഫ്രെയിംവർക്ക് യൂസ്ഡ് ബൈ IMF, വേൾഡ് ബാങ്ക്, യൂറോസ്റ്റാറ്റ് ആൻഡ് OECD. ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഇതേ രീതിയിലുള്ള ഡേറ്റ എടുക്കലും എല്ലാം ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ അങ്ങോട്ടായി എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. Once a country uses SNA compliant methodology, the IMF treats that data methodologically valid. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റ വാലിഡ് ആയിട്ട് തന്നെയാണ് IMF ട്രീറ്റ് ചെയ്യുന്നത്. ഇന്ത്യസ് 2015 റിവിഷൻ
എ ന്യൂ ബേസ് ഇയർ ഓഫ് MCA 21 ഡേറ്റ വാസ് അലൈൻ ടു SNA ഗൈഡ് ലൈൻസ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ SNA ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് നമ്മൾ 2015 2011 ബേസ് ഇയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് സംശയം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ IMF അംഗീകരിക്കുന്നു, വേൾഡ് ബാങ്ക് അംഗീകരിക്കുന്നു, യൂറോസ്റ്റാറ്റ് അംഗീകരിക്കുന്നു, OECD അംഗീകരിക്കുന്നു, പിന്നെ കുറെ എക്കണോമിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല. അത് ഇന്ത്യക്ക് പുറത്തും അകത്തുള്ളവർ, പിന്നെ റോയിട്ടേഴ്സോ അവരൊന്നും അംഗീകരിക്കുന്നില്ല. അല്ലെ, അവർക്ക് സംശയമുണ്ട്. ആയിക്കോട്ടെ, ഇതിങ്ങനെ പോവുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഈ സംശയം മാറ്റാൻ പറ്റും. പിന്നെ വെസ്റ്റേൺ ഏജൻസീസ് സംടൈംസ് അണ്ടർ എസ്റ്റിമേറ്റ് എമർജിങ് എക്കോണമീസ്. ഓക്കെ, പൊളിറ്റിക്കൽ ബയസ് കട്ട് ബോത്ത് വേസ്. ചിലർ പറയുന്നു നമ്മൾ പൊളിറ്റിക്കൽ ബയസ് നമ്മൾ ആരോപിക്കും. അതായത് നിങ്ങളെ എക്കോണമി ഒരുപാട് വളരുന്നു എന്നുള്ള ഒരു തെറ്റായ ഇത് നിങ്ങൾ കൊടുക്കുന്നതിലൂടെ നിങ്ങൾ വലിയൊരു വലിപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ ബയസ്ഡ് ആണ്. അത് തിരിച്ചും പറഞ്ഞൂടെ, നിങ്ങൾ ഡെവലപ്പിംഗ് എക്കോണമീസിന് ബയസ്ഡ് എഗെയിൻസ്റ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് വേണേൽ പറയാം. ജസ്റ്റ് ലൈക്ക് നോക്കൂ, ഇന്ത്യ ഫോളോസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. IMF അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ IMF ആൻഡ് വേൾഡ് ബാങ്ക് സ്റ്റിൽ ട്രസ്റ്റ് ഇന്ത്യസ് നമ്പേഴ്സ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. IMF ആൻഡ് വേൾഡ് ബാങ്ക് ഇവാലുവേറ്റ്സ് ഡാറ്റ സയന്റിഫിക്കലി, നോട്ട് ത്രൂ മീഡിയ നരേറ്റീവ്സ്. ഈ മീഡിയ നരേറ്റീവ്സ് വഴി അല്ല അവർ കണക്കെടുക്കുന്നത് ഇന്ത്യയുടെ പ്രൊജക്ഷനും ഇതല്ല. ഇന്ത്യ പറയുന്ന ഗ്രോത്ത് റേറ്റും മറ്റു കാര്യങ്ങളും GDP എല്ലാം നോക്കൂ. IMF വേൾഡ് ബാങ്ക് പോലെയൊക്കെയുള്ള വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഫങ്ഷനിങ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഏജൻസീസ് പറയുന്ന കണക്കാണ്. അവരൊരിക്കലും മീഡിയ നരേറ്റീവ്സോ ചാനൽ ചർച്ച വഴി അല്ല അവർ ഈ കണക്കുകൾ എടുക്കുന്നത്. അവർ മറിച്ച് മൈക്രോ ഡേറ്റയുടെ പിന്നാലെ പോവുകയാണ് ചെയ്യുന്നത്. അത് അവർക്ക് അക്സസിബിൾ ആക്കി കൊടുക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് സന്നദ്ധമാണ്. ആൻഡ് IMF സ്റ്റാഫ് ഡയറക്ട്ലി ഓഡിറ്റ്സ് ഇന്ത്യസ് ഡേറ്റ എവരി ഇയർ. എല്ലാ വർഷവും IMFന്റെ സ്റ്റാഫ് ഇന്ത്യയുടെ ഡേറ്റ അവർ ഓഡിറ്റ് ചെയ്യാറുണ്ട്. IMF conducts Article 5 constitution consultations, Article 4 consultations with the Ministry of Statistics, RBI, Finance Ministry. ഇവയുമായിട്ടെല്ലാം കൺസൾട്ട് ചെയ്യാറുണ്ട്. ഇത് എല്ലാം UN പദ്ധതി പ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. Article 4 കൺസൾട്ടേഷൻ അത് നിർബന്ധമായിട്ട് നടത്തുന്ന കൺസൾട്ടേഷൻ ആണ്. അത് IMF ചെയ്യാറുണ്ട്. They review GDP മെത്തഡോളജി. നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തഡോളജി അവൾ റിവ്യൂ ചെയ്യാറുണ്ട്. അത് ടൈംലി ആണ്, പലപ്പോഴും ആനുവൽ ആണ്. കോർപ്പറേറ്റ് ഫയലിംഗ് അവർ ചെക്ക് ചെയ്യാറുണ്ട്, ലേബർ ഡേറ്റ ചെക്ക് ചെയ്യാറുണ്ട്, ഇൻഫ്ലേഷൻ ഡിഫ്ലേറ്റേഴ്സ് ചെക്ക് ചെയ്യാറുണ്ട്, സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോരോ സെക്ടറിലുള്ള ഔട്ട്പുട്ടുകളും അവർ പരിശോധിക്കാറുണ്ട്. ഇത് നമ്മളല്ലല്ലോ, IMF has access to raw data and officials, not just public reports. After these audits, they repeatedly state അവർക്ക് റോ ഡേറ്റ കിട്ടും. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് മാത്രമല്ല, റിപ്പോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള റോ ഡേറ്റ എന്ന് പറഞ്ഞാൽ അസംസ്കൃത ഡേറ്റ, അത് പരിശോധിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അത് അവൈലബിൾ ആണ്. അതെല്ലാം പരിശോധിച്ചതിന് ശേഷം IMF പൊതുവിൽ പറയുന്നൊരു കാര്യം എന്താണ്? ഇന്ത്യസ് GDP മെത്തഡോളജി ബ്രോഡ്ലി ഫോളോസ് ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ GDP കണക്ക് കൂട്ടുന്ന രീതി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇനി നമ്മളുടെ ഏജൻസികൾ നോക്കുകയാണ്, അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. പക്ഷെ നോക്കൂ, നമ്മുടെ ഏജൻസികളെല്ലാം അത്യാവശ്യം ഇന്റർനാഷണൽ ലെവലിൽ വരുന്നവയാണ്. പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല, അത് വേറെ കാര്യം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കൽ ബോഡീസ് ആർ നോട്ട് പെർഫെക്റ്റ്, ബട്ട് കമ്പയർഡ് ടു മെനി ഡെവലപ്പിംഗ് കൺട്രീസ്, അവർ NSC നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ, അവരുടെ ഒരു മീറ്റിംഗ് ആണ് ഈ കാണുന്നത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഈസ് ഇൻഡിപെൻഡന്റ്. അതായത് ഗവൺമെന്റ് അല്ല അത് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനൊക്കെ പോലെ. അപ്പൊ പറയും ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെ പറയുന്ന മിത്താണ്, ഇലൂഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ബട്ട് ബേസിക്കലി ദേ ആർ ഇൻഡിപെൻഡന്റ്. നമ്മൾ റിസർവ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് പോലെ. അതുപോലെ തന്നെ MOSPI സ്റ്റാഫ്ഡ് ബൈ കരിയർ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ്, നോട്ട് പൊളിറ്റീഷ്യൻസ്. അതിനകത്ത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ല, സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ആണ് MOSPIയിൽ ഉള്ളത്. NCA ഇൻഡിപെൻഡന്റ് ആണ്. ഇന്ത്യ ഹാസ് ഡിക്കേഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ബിൽഡ് സിൻസ് 1950. IMF വേൾഡ് ബാങ്ക് റേറ്റ് ഇന്ത്യസ് ഡേറ്റ ക്വാളിറ്റി മച്ച് ഹയർ. അത് ശ്രദ്ധിക്കുക, IMF വേൾഡ് ബാങ്ക് ഇന്ത്യയുടെ ഡേറ്റ GDP-യിലേക്ക് എത്തിച്ചേരാനുള്ള ഡേറ്റ ഈസ് ബെറ്റർ ദാൻ ഓർ മച്ച് ഹയർ ദാൻ മെനി ഓർ മോസ്റ്റ് ഓഫ് ദ എമർജിംഗ് മാർക്കറ്റ്സ്. മോസ്റ്റ് ഓഫ് ദ എമർജിംഗ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എമർജിംഗ് മാർക്കറ്റ്സ് ലൈക്ക് സിംഗപ്പൂർ, തായ്വാൻ, വിയറ്റ്നാം, സൗത്ത് കൊറിയ, ഈസ് ലൈക്ക് എമർജിംഗ് ഏഷ്യൻ പുലികൾ. അതുപോലെ തന്നെ ലിത്വാനിയ, ലാറ്റ്വിയ, എസ്റ്റോണിയ, ഇവരുമായിട്ടൊക്കെ നോക്കുമ്പോൾ അവരെക്കാൾ നല്ല ഡേറ്റയാണ് ഇന്ത്യയുടെ എന്നാണ് IMF വേൾഡ് ബാങ്കും പറയുന്നത് എന്നുള്ളതാണ്.
ഞാൻ ഒരു രാജ്യത്തിന് പേരെടുത്തല്ല, പല എമർജിങ് എക്കോണമീസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡേറ്റയാണ്. ഇന്ത്യ ഗീവ് ആക്സസ് ടു മൈക്രോ ഡേറ്റ, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അൺലൈക്ക് ചൈന കൊടുക്കാറില്ല, വിച്ച് റെസ്ട്രിക്ട് ഡേറ്റ സെറ്റ്സ്, ഈ എക്സ്റ്റെൻസീവ്ലി ഡേറ്റ സെറ്റ്സ്. അവസാനത്തെ കണക്ക് മാത്രമല്ല, എങ്ങനെയാണ് ആ കണക്കിലേക്ക് എത്തിയെന്നുള്ള റോ ഡേറ്റ ഉൾപ്പെടെ. ഗീവ്സ് അനോണിമൈസ്ഡ് മൈക്രോ ഡേറ്റ റിസർച്ചേഴ്സ്. അനോണിമൈസ് എന്ന് വെച്ചാൽ പേരോ നാളോ ഒന്നും കൊടുക്കാതെ നമ്മളിലെ പരീക്ഷയ്ക്ക് ഫാൾസ് നമ്പർ ഇട്ട് കൊടുക്കുന്ന ആ രീതിയിൽ ഡേറ്റ ഷീറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ട്രാൻസ്പെറൻറ്റ് റിവിഷൻസ് അലൗസ് അക്കാഡമിക് സ്ക്രൂട്ടണി. IMF ആൻഡ് വേൾഡ് ബാങ്ക് വാല്യൂ ഡേറ്റ ഓപ്പൺനെസ് ആൻഡ് ഇന്ത്യ സ്കോർസ് വെൽ. ഡേറ്റ ഓപ്പൺനെസ്സിന്റെ കാര്യത്തിലൊക്കെ ഇന്ത്യ നല്ലോണം. ഇതൊന്നും ഞാൻ ഈ പറയുന്നൊന്നും ഇത് എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നല്ല കേട്ടോ, ഇതൊക്കെ ഇന്റർനാഷണൽ ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസികളിൽ നിന്ന് അല്ലെങ്കിൽ ലേഖനങ്ങളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ ചില വിവരങ്ങളാണ് ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ക്രോസ് വെരിഫിക്കേഷൻ വിത്ത് മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ്. IMF ആൻഡ് വേൾഡ് ബാങ്ക് ഡോണ്ട് റിലേ ഓൺ ഇന്ത്യസ് GDP നമ്പർ. അവരൊരിക്കലും നമ്മൾ കൊടുക്കുന്ന ഒരു നമ്പർ അല്ല ചെയ്തിട്ടല്ല അവരത് അപ്രൂവ് ചെയ്യുന്നത്. ദേ ക്രോസ് ചെക്ക് യൂസിങ് ഇമ്പോർട്ട് എക്സ്പോർട്ട്, GST കളക്ഷൻസ്, കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിസൾട്ട്സ്, ബാങ്ക് ക്രെഡിറ്റ് ഗ്രോത്ത്, ഇലക്ട്രിസിറ്റി കൺസംഷൻ, സാറ്റലൈറ്റ് നൈറ്റ് ലൈറ്റ് ഡേറ്റ. അത് നോക്കുക, സാറ്റലൈറ്റ് നൈറ്റ് ലൈറ്റ് ഡേറ്റ ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയതാണ്. ആ സാറ്റലൈറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന നൈറ്റ് ലൈഫ് ഒരു രാജ്യത്ത് എത്ര സമ്പന്നമാണോ അത്രയധികം അത് മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് നോർത്ത് കൊറിയ സൗത്ത് കൊറിയയുടെ ഒരു മാപ്പ് പറയാറുണ്ടല്ലേ, അപ്പോൾ ആ സാറ്റലൈറ്റ് പിക്ചറിൽ നോർത്ത് കൊറിയ നോക്കുമ്പോൾ മൊത്തം ഇരുണ്ട് കിടക്കുന്നു. സൗത്ത് കൊറിയ മുഴുവൻ സോളും സോൾ പട്ടണം അല്ലേ, സിറ്റി, അവിടെ നല്ല പ്രഭാപൂരിതമായ സൗത്ത് കൊറിയയും ഇരുണ്ട അടഞ്ഞ നോർത്ത് കൊറിയയാണ്. ആ നൈറ്റ് ലൈഫ് ഇല്ല അവിടെ. എല്ലാവരും കയറി 7 മണിയാകുമ്പോൾ ആരൊക്കെ കഴിച്ച് കമ്മ്യൂണിസ്റ്റ് കുടുംബാധിപത്യ വ്യവസ്ഥയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ത്രോബിങ് ആയിട്ടുള്ള ഒരു ലൈഫ് സൗത്ത് കൊറിയയിലുണ്ട്. അതാണ് നൈറ്റ് ലൈഫ് ഡേറ്റ അനാലിസ് ചെയ്യുന്നത്. അതുവരെ അനാലിസ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ ഇത് വേൾഡ് ബാങ്കും IMF ഒക്കെ അംഗീകരിക്കുന്നത്. ദാറ്റ്സ് എ ഫാക്ട്. നോക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഇലക്ട്രിസിറ്റി കൺസംഷൻ. ജീവനുള്ള രാജ്യത്ത് കൂടുതൽ ഇലക്ട്രിസിറ്റി വേണം, കൂടുതൽ ആക്ടിവിറ്റി നടക്കണം. നിങ്ങൾ പാട്ട് കേൾക്കാനായാലും ഇൻഡസ്ട്രി ആയാലും അതിനായാലും കൂടുതൽ ഇലക്ട്രിസിറ്റി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ആരും ഇലക്ട്രിസിറ്റി വാരി തിന്നുന്നില്ലല്ലോ. അത് ഉൽപ്പാദനം ഉണ്ടാക്കാനാണ്, സർവീസ് നടത്താനാണ് ഇലക്ട്രിസിറ്റി കൂടുതൽ ആവശ്യമുള്ളത്. ബാങ്ക് ക്രെഡിറ്റ്, ചുമ്മാ ആരും പോയി ലോൺ എടുക്കാറില്ല. എന്നാ പോയി ലോൺ എടുക്കാം? നമ്മൾ ലോൺ എടുക്കുന്നെങ്കിൽ അതിന് തുല്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റോ അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷനോ നടക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കിയാണ് ഈ മൈക്രോ ഡേറ്റ എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഇവർ. ഇപ്പോൾ നമ്മൾ UN പ്രൊസീജിയറാണ്, നമ്മൾ ഓപ്പൺ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. IMFും വേൾഡ് ബാങ്കും ഇവരെല്ലാം തന്നെ നമ്മളെ നിരന്തരമായി പരിശോധിക്കുന്നുണ്ട്. അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അനോണിമസ് ആയിട്ടുള്ള മൈക്രോ ഡേറ്റ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അതാണ് നമ്മളുടെ തിരിച്ചുള്ള ആർഗ്യുമെന്റ്. ആൻഡ് ദീസ് ഇൻഡിക്കേറ്റേഴ്സ് മോസ്റ്റ്ലി മാച്ച് ഇന്ത്യസ് ഒഫീഷ്യൽ ഗ്രോത്ത് ട്രെൻഡ് ഈവൻ ഇഫ് ലെവൽ മേ ഡിഫറെന്റ്. IMFും ഇവർ ഇതൊക്കെ നോക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ഡേറ്റ ഇത്രയാണ്, എന്നിട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് അവിടെ ചെന്നിട്ട് ഷീറ്റ് നോക്കട്ടെ, ഓക്കെയാണ്. GST കളക്ഷൻസ് ഓക്കെയാണ്, കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓക്കെയാണ്, ബാങ്ക് ക്രെഡിറ്റ് ഗ്രോത്ത് ഓക്കെയാണ്, ഇലക്ട്രിസിറ്റി കൺസംഷൻ ഓക്കെ, സാറ്റലൈറ്റ് നൈറ്റ് ലൈഫ് ഡേറ്റ ഓക്കെ, എംപ്ലോയ്മെന്റ് ഡേറ്റ. എംപ്ലോയ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോ ചെയ്യുന്ന ഒരു എക്കോണമിയിൽ കൂടുതൽ തൊഴിൽ സാധ്യത ഉണ്ടാവും. പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വോളിയം, UPA പോലെയുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വോളിയം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ എക്കോണമി വർദ്ധിക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. കൂടുതൽ നീഡ് ഉണ്ടാകുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. അതാണ് സിമ്പിൾ. അപ്പൊ ഇതെല്ലാം മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്താ പറയുന്നത്. സോ വൈൽ സം അനാലിസിസ് സേ GDP is overstated, IMF finds overall direction accurate. ഇനി IMF തെറ്റാണ്, IMFന് നമ്മളോട് വലിയ പ്രത്യേകിച്ച് സ്നേഹം ഉണ്ടാവേണ്ട ഒരു കാര്യം ഉണ്ടില്ല. IMF പാകിസ്ഥാന് ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഏജൻസിയല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ റിവൈസസ് ഡേറ്റ ട്രാൻസ്പെറൻ്റ്ലി. ഇന്ത്യ ഡേറ്റ റിവൈസ് ചെയ്യാറുണ്ട്, അത് ട്രാൻസ്പെറൻ്റ്. അതായത് കൂടുതലാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പറയും. അങ്ങനെയാണ് 2015 അത് കൂടി എന്ന് പറഞ്ഞത്. ഗ്രോത്ത് റേറ്റ് കൂടുതലാണ്, അത് മാറിയപ്പോൾ. അങ്ങനെ കുറവാണെന്ന് പറയേണ്ടി വരുന്ന സമയത്ത് അവർ തിരിച്ചു പോയിട്ടുണ്ട്. ഇന്ത്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട്, എ സൈൻ ഓഫ് ക്രെഡിബിലിറ്റി ഈസ് ദാറ്റ് ഇന്ത്യ സംടൈംസ് റിവൈസ്ഡ് GDP ഡൗൺ. അതാണ്, അത് ചൈന പോലെ ഒന്നുമല്ല. അവർ GDP കുറയ്ക്കേണ്ട സമയത്ത് തെറ്റാണെന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ എസ്റ്റിമേറ്റ് ഫ്ലോയിഡ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ കുറച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 2016-18 ഗ്രോത്ത് റേറ്റ് വെയർ ലേറ്റർ റിവൈസ്ഡ് ആൻഡ് ഡൗൺവേർഡ്.
റിവൈസ്ഡ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം പറഞ്ഞല്ലോ 6% ഗ്രോത്ത് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് 6 ഉണ്ടായിരുന്നില്ല കേട്ടോ, 5.5 ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാനുള്ള ആർജവം ഇന്ത്യക്കുണ്ട്. അതൊരു ട്രാൻസ്പെറൻസിയാണ്. അതായത് ലെറ്റ് എവിഡൻസ് ലീഡ്. ഡേറ്റ മാറുന്നതനുസരിച്ച് മുന്നേ പറഞ്ഞു വെച്ച ഒരു ഉയർന്ന റേറ്റ് തെറ്റാണ് എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് ഇന്ത്യ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോഴും വിശ്വസിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് ആർഗ്യുമെന്റ്. സോ ദ pre-2015 ഡേറ്റ വാസ് റിവൈസ്ഡ് ആഫ്റ്റർ ഡിബേറ്റ്സ്. ഒരുപാട് ഡിബേറ്റ്സിന് ശേഷമാണ്. ഞാൻ പറഞ്ഞില്ല 4.6 എന്നുള്ളത് 6 സംതിങ്ങിലേക്ക് മാറ്റിയല്ലോ. IMF like this because shows no political manipulation but methodological updating. അല്ല ചുമ്മാ ഒരു ഗവൺമെന്റ് ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയല്ല കേട്ടോ. 2015 ആദ്യം 4.6 ആണെന്ന് പറഞ്ഞ് ബേസ് ഇയർ മാറ്റിയിട്ട് പറയുകയാണ് 6.9 ആണ് എന്ന് ഫൈനാൻസ് മിനിസ്റ്റർ വന്ന് പറയുകയോ ഒന്നും അല്ല ചെയ്തത്. മറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നടന്നു. ഇതിങ്ങനെ മാറ്റുകയാണെങ്കിൽ ശരിക്കും നമ്മൾ പറഞ്ഞോണം അല്ലല്ലോ വരുന്നത്, അത് കൂടുതലുണ്ട്. ഏതാണ്ട് 2% ഗ്രോത്ത് റേറ്റ് കൂടുതലായിരുന്നു. അത് നമ്മൾ ധൈര്യപൂർവ്വം പറഞ്ഞു. കൂടിയാലും പറയണമല്ലോ. പിന്നെ ഇന്ത്യ ഹാസ് നോ ഹിസ്റ്ററി ഓഫ് സിസ്റ്റമാറ്റിക് ഡേറ്റ മാനിപ്പുലേഷൻ. ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്ത് പഴയ സോവിയറ്റ് യൂണിയൻ മോഡലിൽ ഇങ്ങനെ എല്ലാം ഭദ്രമാണെന്ന് കാണിക്കുന്ന, അല്ലെ ഇപ്പോഴത്തെ റഷ്യൻ മോഡലിൽ കാണിക്കുന്ന ഒരു രീതി ഇന്ത്യക്കില്ല. അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്, ലൈക്ക് അർജന്റീന, നൈജീരിയ, എത്യോപ്യ. ഇന്ത്യ ഡസൻ ഷോ സച്ച് പാറ്റേൺസ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പൊതുവിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ ഞാൻ ആദ്യത്തെ വാർത്തയിലേക്ക് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ 8.2 എന്ന് പറയുന്ന ഗ്രോത്ത് റേറ്റ് 2025 ജൂലൈ സെപ്റ്റംബർ എന്ന് പറയുന്ന 3 മാസ കാലയളവ് കാണിച്ചു എന്ന് പറയുന്നതും, ഇന്ത്യ ഒരു 4.20 എബോവ് ആയിട്ടുണ്ടാവും ഒരു എക്കോണമി ആയിട്ടുണ്ട് എന്നുള്ളതും, ഒരു 2027-28 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ ഒരു 5 ട്രില്യണിലേക്ക് വരും എന്നുള്ളതും പൊതുവിൽ ഇന്റർനാഷണൽ ഏജൻസികൾ, IMF, വേൾഡ് ബാങ്ക് ഇവരൊക്കെ അംഗീകരിക്കുന്നതാണ്. നമ്മളും അങ്ങനെ പറയുന്നതാണ്. എന്നാൽ നമ്മളുടെ ഓരോരോ സ്റ്റെപ്പുകളിലും ഡേറ്റകളിലും രീതികളിലും എല്ലാം സംശയം ഉന്നയിക്കുന്നവരും കേട്ടുള്ള എക്കണോമിസ്റ്റുകളും ഏജൻസികളും മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളതും ഇതാണ്. ഇത് ഇങ്ങനെ പോകാനാണ് സാധ്യത. ഇതിന് എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മറ്റൊരു അംഗീകരിക്കുന്നു. കാര്യം ഒന്നാമത് നമ്മുടെ ഗ്രോത്ത് ഇൻക്ലൂസീവ് അല്ല, നമ്മൾ സെക്ടറൽ ഡിസ്പാരിറ്റി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആളുകൾ പറയാറുണ്ട്. അത് നമുക്ക് മാത്രം ബാധകമായ കാര്യമല്ല. ഇതെല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഇതേ കാര്യങ്ങൾ ആരോപിക്കാം, വിത്ത് ഇൻ വേരിയിങ് ഡിഗ്രീസ് ആരോപിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, ഇതാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത്. അപ്പം ആദ്യത്തെ മുഴുവൻ പോകുന്നു. അതിന് രൂപയുടെ മൂല്യം ഞാൻ കുറച്ച് ഒരു 3-4 ചോദ്യങ്ങളോട് നോക്കാം. ഇതിനകത്ത് രൂപയുടെ മൂല്യം കുറയുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ? സാധാരണക്കാർ, നിങ്ങൾ അകത്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ യൂട്യൂബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. നിങ്ങൾക്ക് $1000 കിട്ടുന്നത് ഇരിക്കട്ടെ, യൂട്യൂബ് നല്ലോണം പൊരിപ്പൻ ഒരു യൂട്യൂബർ ആണെന്ന് ഇരിക്കട്ടെ, $1000 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 86 രൂപ വെച്ച് കിട്ടിയെടുത്ത് 90 രൂപ വെച്ച് കിട്ടും. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗൾഫിലൊക്കെ ജോലി ചെയ്യാണ്, നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് തരുന്ന ഡോളറിലാണ് തരുന്നതെന്ന് ഇരിക്കട്ടെ, അപ്പോൾ നിങ്ങളുടെ ശമ്പളം കൂടും. നിങ്ങൾക്ക് ഇങ്ങോട്ട് അയക്കാൻ, കൂടുതൽ പൈസ ഇങ്ങോട്ട് അയക്കാൻ പറ്റും. പിന്നെ തിരിച്ചാണുമ്പോഴാണ് കുറച്ച്, അതായത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതല്ല, നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നിരിക്കട്ടെ, നിങ്ങൾ സാധനങ്ങൾ വരുത്താണെന്നിരിക്കട്ടെ, അത് പണിയാവും. നിങ്ങൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ 86 രൂപ കൊടുത്തെടുത്ത് ഇപ്പോൾ 90 രൂപ കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കോസ്റ്റ് കൂടും, നിങ്ങളുടെ മൊത്തത്തിലുള്ള ചെലവ് കൂടും. സാധാരണക്കാരെ അങ്ങനെ. ഇനി നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ആണ് നിങ്ങളുടെ മൊത്തം രീതികളെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. പിന്നെ പേടിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂല്യശോഷണം കാരണം നമ്മളല്ലാതെ മറ്റുള്ളവർ ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ലൈക്ക് എണ്ണ ഗവൺമെന്റോ കമ്പനികളോ ഇറക്കുമതി ചെയ്യുമ്പോൾ അവരുടെ ഇറക്കുമതി കൂലി ചാർജ് കൂടുമ്പോൾ അതിന് ഒരു ഭാഗം അവർ വിലയിലേക്ക് വരുമ്പോൾ പമ്പിൽ ചെല്ലുമ്പോൾ ഈ സാധനം കയറിപ്പോകും. അങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജീവൻ രക്ഷാ ഔഷധങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മളല്ല ഇറക്കുമതി ചെയ്യുന്നത്, ആശുപത്രിയാണ് ഇറക്കുമതി ചെയ്യുന്നത്. നമുക്കൊരു അസുഖം വരുന്നു, അവർ ഇന്നൊരു സാധനം ഇടണം, ഒരു സ്റ്റെൻറ്റ് അല്ലേ, ആ സ്റ്റെൻറ്റിന് ഇത്രയും ഇത് കൂടി. കാരണം എന്താണ്, ഞങ്ങളുടെ രൂപയുടെ മൂല്യം കൂടിയത് കാരണം ആ വിലയല്ല. അതുകൊണ്ട് ആര് തരണം? നിങ്ങൾ തരണം. അപ്പോൾ 5000 രൂപയുടെ ഒരു സാധനത്തിന് 6000 രൂപ വേണം, അല്ലെങ്കിൽ 5500 രൂപ വേണം. അതിന്റെ കാരണം എന്താണ്? നോക്കുമ്പോൾ സ്റ്റെമ്മിങ് ഫ്രം മൂല്യശോഷണം. ഇതാണ് സംഭവിക്കുന്നത്. ഹായ് RC, ഹായ്, വെരി ഗുഡ്.
ഞാൻ എൻ്റെ ലൈവ് രണ്ടായിട്ട് മുറിഞ്ഞു പോയി. മുറിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ, ഇനി ഇത് ലാപ്പിന്റെ കുഴപ്പമാണോ അത് ഇനി സോഫ്റ്റ്വെയറിന്റെ കുഴപ്പമാണോ, എന്തായാലും നെറ്റിന്റെ കുഴപ്പമായിരുന്നില്ല. അപ്പം ഹായ് 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 ഹായ്, യെസ് യെസ് യെസ്, താങ്ക് യു, യെസ് യെസ്, ഇറ്റ്സ് ഗുഡ്, കാണാം, യെസ് യെസ് യെസ്, ഓൾ ക്ലിയർ, ഓക്കെ ആണ്, യെസ്, കാണാം. കാണാന്ന് പറഞ്ഞാൽ ഇത് പുതിയ ലൈവാണ് കേട്ടോ, മറ്റേ ലൈവ് ഞാൻ കട്ട് ചെയ്ത്. അല്ല, അത് കട്ട് ചെയ്ത് മാത്രമല്ല, അതിങ്ങനെ കാണിച്ചു റീകണക്ട് റീകണക്ട് എന്ന് പറഞ്ഞാൽ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ കാര്യം എനിക്കറിയില്ല. അപ്പൊ ഇത് വേറെ ലൈവാണ്. ഓക്കെ എന്നാ ഓക്കെ ആണ്, ഓൾ ക്ലിയർ സർ, കാണാം, ഓൾ ക്ലിയർ കാണാം, യെസ്, എല്ലാരും തിരിച്ചു വന്നല്ലോ, യെസ്, കാണാം, കേൾക്കാം. Sir, Trump started funding Pakistan by giving $686 million for F-16 upgrade. Do you think that India should be concerned, and how should India react to this? ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഈ F-16ന്റെ അപ്ഗ്രഡേഷൻ ആയിട്ട് അവിടുത്തെ പല സാധനങ്ങളും അവർ ഇത്രയും വർഷമായിട്ട് 10-30 വർഷമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ആരെയും വാങ്ങി ലോക്കൽ മാർട്ടിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പൈസ ആര് കൊടുക്കുന്നു? അമേരിക്ക കൊടുക്കുന്നു. അമേരിക്കയിൽ ചിലവാകുന്ന പൈസയാണിത്. പാകിസ്ഥാൻ ആ സാധനം ഉള്ളതുകൊണ്ട് അത് മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ. ആ പാകിസ്ഥാന് അമേരിക്ക F-16 റിവൈസ് ചെയ്യാനും റീഫോം ചെയ്യാനുമായിട്ട് കൊടുക്കുന്ന പൈസ തിരിച്ച് പാകിസ്ഥാനിൽ നിന്ന് ആ സാധനം വാങ്ങിക്കാനേ ഉപയോഗിക്കാൻ പറ്റൂ. ഇന്ത്യ പറയേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത്. കണ്ടിന്യൂ, ഓക്കെ. So what steps can India take to improve its GDP much more? GDP ഓക്കെ, നിങ്ങൾ കണക്ക് അംഗീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മച്ച് മോർ, ബേസിക്കലി റോബസ്റ്റ് എക്കോണമി, പൾസേറ്റിംഗ് എക്കോണമിയിൽ കൂടുതൽ പ്രൊഡക്ഷൻ, സർവീസ്, ഗുഡ്സ് ആണ് ഉണ്ടാവും. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഡൗൺ ചെയ്യുക, അതാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ എല്ലാവരും പൊതുവെ ആക്ഷേപിക്കുന്നത് നമ്മുടെ എക്കോണമിയുടെ ഒരു വലിപ്പം, വലിപ്പമല്ല, നമ്മുടെ ജനസംഖ്യ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വികസനം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേ സമയം ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാം. ഇത് ഞാൻ എക്കണോമിക് ടേംസിൽ പറയുകയാണ്. നമ്മൾ ഈ പറയുന്ന ഹൈറ്റിലെത്തില്ല, നമ്മളിങ്ങനെ പരന്നു നിൽക്കും. ദെയർ വോണ്ട് ബി എനി പീക്ക്. ഒരു പർവ്വതമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ എവറസ്റ്റ് ഉണ്ട്, K2 ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പീക്കുകൾ ഉണ്ടാവുന്നുണ്ട് നാച്ചുറലായിട്ട്. നമ്മൾ ആ ഒരു എക്കോണമി ആ രീതിയിലാണ് നോക്കുന്നതെങ്കിൽ ഒരു നഗരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളും സ്ലംസും ഉണ്ടാവും. നമ്മൾ എല്ലാ കെട്ടിടങ്ങളും ഒരേ നിരപ്പിലാക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എത്തില്ല. നമ്മൾ ആദ്യം നോക്കണത് ഈ സ്ലംസ് ഇല്ലാതാക്കുക. വി ഡോണ്ട് വാണ്ട് എനി സ്ലംസ്. വി വാണ്ട് അവിടെ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട്, എന്നാൽ ഈ സ്കൈ സ്ക്രേപ്പേഴ്സ്, ഞാൻ സിംബോളിക്കായിട്ട് പറയാണ്, അത് നിലനിർത്തുകയും മെച്ചപ്പെട്ടവ നിർമ്മിക്കുകയും വേണം. അതായത് നമ്മളുടെ ഇവിടെ കുടിവെള്ളം പരിഹരിക്കുന്നു, കുടിവെള്ളത്തിലെ ക്ഷാമം പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചൊവ്വയിലേക്ക് റോക്കറ്റ് വിടുകയും വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് രണ്ടും നടക്കണം. അല്ലാതെ ഈ കുടിവെള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം ഇനി ചൊവ്വയിലേക്കും സ്പേസിലേക്കും ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഗുണകരമല്ല. അങ്ങനെയല്ല പോകേണ്ടത്. പിന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ അതൊരു ഇംബാലൻസ്ഡ് ഗ്രോത്ത് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ്. എല്ലാവരെയും ദാരിദ്ര്യത്തിലേക്ക് പുറത്തു കൊണ്ടുവരിക, എല്ലാവരെയും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? അപ്പൊ പിന്നെ ചൊവ്വയിൽ പോകുന്നതിലോ അല്ലെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഉണ്ടാകുന്നില്ല, അതിനൊന്നും നമ്മൾ നോക്കണ്ട. അതെല്ലാം ശരിയായി സിസ്റ്റമാറ്റിക് ആയിട്ട് നിയമപരമായി ഫംഗ്ഷൻ ചെയ്യുന്നെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അല്ല, എവിടെങ്കിലും ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ അടിച്ചമർത്തിയിടാ, നീ ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ ഉറങ്ങണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല, ശരിയാവൂല. അതാണ് എനിക്ക് പറയാനുള്ളത്. So do you think that the Western medias like BBC and DW, CNN have difficulty in digesting the fact that India is soon becoming the third largest economy? They always want to portray India's poverty. Of course, I say, എന്തിനാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങളുടെ ജനപ്പെരുപ്പമൊക്കെ വെച്ചുകൊണ്ട് ഇന്ത്യയെ കളിയാക്കുന്നത് അല്ലെ പരിഹസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് നിങ്ങൾ എന്തിനാണ് കുറ്റപ്പെടുന്നത്? ഇന്ത്യ ആണോ ഇങ്ങനെ പ്രൊഡ്യൂസ് അല്ല, ഇങ്ങനെ വന്നു. അപ്പോൾ അത് ഗവൺമെന്റിനോ ഏജൻസികൾക്കോ അത് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നല്ലേ പറയുന്ന കാര്യം. നിങ്ങൾ എന്താണ് കറക്റ്റ് ചെയ്യുന്നത്?
ഇപ്പൊ UK എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു 7 കോടി ജനങ്ങൾ അവിടെ ഉണ്ട്. ആ 7 കോടി ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്ത്യയിലോ ഈ പറയുന്ന 150 കോടി ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടത്. വിത്ത് ഒരുപാട് കൊളോണിയൽ ലെഗസി, ഇല്ലിറ്ററസി, മറ്റേത് മറിച്ചത്, പട്ടിണി, ഇതെല്ലാം ഉള്ള രാജ്യമാണ്. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്, ആന നടക്കുന്നോണേ നമുക്ക് നടക്കാൻ പറ്റും, സിംഹം കുതിക്കുന്നോണെ കുതിക്കാൻ പറ്റില്ല. ആന നടക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ആന അണയ്ക്കും, അതൊരു വിഷയമാണ്, അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ആനയെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? So can you do a live of grooming gag? സ്ഥിരം അത് ഓക്കെ, സ്ഥിരം അത് വിടുന്നില്ലല്ലോ കൃഷ്ണൻ. ട്രാൻസ്ഫർ ഓഫ് ടെക് ടു SU-57. Can India use it to make indigenous fighter jets? Indigenous fighter jet നോക്കാൻ പറ്റില്ല, ബാക്കി ഇവിടെ വെച്ച് ഉണ്ടാക്കി ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് ഇൻഡിജീനിയസ് എന്ന് പറയുന്ന ഒരു സാധനം ആക്ച്വലി ഈസ് ഇറ്റ് പോസിബിൾ? അമേരിക്ക എന്തെങ്കിലും ഇൻഡിജീനിയസ് ആയിട്ട് സാധനം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ ട്രൂ സെൻസിൽ ഇല്ല. കപ്പൽ കാത്ത് കിടക്കാണ്, അവിടെ എല്ലാ ഉൽപാദന ഫാക്ടറികളും കപ്പൽ കാത്താണ് കിടക്കുന്നത്. അവിടെ നിന്ന് സാധനങ്ങൾ ചിലപ്പം അമേരിക്കയിൽ ഒരിക്കലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തൊരു കാര്യമായിരിക്കും അതിനത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കമ്പോണന്റ്. ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. നമ്മളൊരു കാറ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഈവൻ ലോക്കൽ കാറാണേലും, ടാറ്റ ഉണ്ടാക്കുന്ന കാറാണേലും, അതിനകത്ത് എന്തെല്ലാം ഘടകങ്ങൾ ഫോറിനാണ്, എന്തെല്ലാം ഘടകങ്ങൾ ഇൻഡിജീനിയസ് ആണ്. ഇൻഡിജീനിയസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇന്നത്തെ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ അസാധ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ ഉത്തര കൊറിയയുടെ കണക്കൊക്കെ ഉള്ള ജീവിതമായിരിക്കണം. ട്രംപ് പാകിസ്ഥാന് 683 മില്യൺ മിലിറ്ററി എയ്ഡ് നൽകുന്നത് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ സൗത്ത് ഏഷ്യൻ റഷ്യ റിലേഷൻ ഇങ്ങനെ മാറ്റം പറയും? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത് അവർ സ്ഥിരം കൊടുക്കുന്നതാണ്. എനിക്ക് കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു F-16 ഇങ്ങനെയുള്ള ആ ഇൻവെന്ററി കീപ്പ് ചെയ്യാനായിട്ടുള്ള. അത് ഒരു പാകിസ്ഥാനെ സംബന്ധിച്ചോളം എന്ത് വലിയ ബാധ്യത നോക്കുക. ആ ഒരു 30 വർഷത്തിന് മുമ്പ് വാങ്ങിച്ചിട്ടുള്ള വിമാനങ്ങൾ തന്നെ ഇപ്പോഴും പരിഷ്കരിച്ച് ഉപയോഗിക്കാനായിട്ട് അവർ മേലെ പ്രഷർ വരിക. എന്നാൽ ഇത് കൊടുത്തിട്ട് പുതിയ കുറെ വിമാനങ്ങൾ വാങ്ങിക്കാനാണ് അതല്ല പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അമേരിക്കയ്ക്ക് നേട്ടമുള്ളൊരു കാര്യമാണ്. അമേരിക്കൻ കമ്പനിയിലേക്ക് തന്നെ പൈസ പോകുന്നത്. നമ്മളതിനകത്ത് പറയേണ്ട കാര്യമില്ല. F-16 ആണ് എത്ര പരിഷ്കരിച്ചാലും. F-16 വല്ലതും പോയിട്ടുണ്ടോ എന്ന് നോക്ക്. നാളെ റിസൾട്ട് എന്താകും സർ, യുവർ പ്രഡിക്ഷൻ? നാളെ എന്താണ്, തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലേ പറഞ്ഞു? So how do you see Venezuela oil tank seized by America? Do you think that the real agenda is to capture oil rather than establishing democracy in Venezuela? See, ഇത് അങ്ങനെയാണെങ്കിൽ പോലും ഈ വെനസ്വേലയിലെ ഓയിൽ അമേരിക്ക, ഞാൻ പറഞ്ഞല്ലോ ഒരിക്കൽ കണക്ക് പറഞ്ഞു, അമേരിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിന്റെ 1/20 പോലും ഇപ്പോൾ വെനസ്വേല പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. പിന്നെ റിസർവ് ആണ് വെനസ്വേലയ്ക്കുള്ളത്. ആ റിസർവ് എങ്ങനെ ഉപയോഗിക്കാൻ വെനസ്വേലയ്ക്ക് പറ്റുന്നില്ല. വെനസ്വേല ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണ്. ഓയിലിന്റെ മേളിൽ കയറി ഇരുന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഒരു രാജ്യത്ത് അമേരിക്കൻ വരികയോ അല്ലെ അമേരിക്കൻ കമ്പനികൾ വരികയോ അവിടെ പ്രൈവറ്റൈസേഷൻ നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ എണ്ണ എടുത്ത് വിറ്റ് ആ രാജ്യത്തിന് രക്ഷപ്പെട്ടൂടെ? അമേരിക്ക വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് വരും, അവിടെ അമേരിക്കൻ കമ്പനികൾ വരും, ടെക്നോളജി വരും, അവനാ സാധനം പൊക്കിയെടുക്കും, എന്നിട്ട് വിൽക്കും. വിറ്റ് ലാഭം, നിങ്ങളുടെ രാജ്യം മെച്ചപ്പെടും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. ലൈക്ക് നമ്മുടെ മാരുതി സുസുക്കി പോലെ, മാരുതി എന്ന് പറയുന്ന ഡൊമസ്റ്റിക് കമ്പനിയിലേക്ക് സുസുക്കി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. മാരുതി സുസുക്കി ആയിട്ട് നമ്മുടെ എന്താ പറയുന്നത് ബൈക്കായിട്ട്, കാറായിട്ട് മാറുന്നു. അവിടെ ജോലി, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കാര്യമുണ്ട്. അപ്പൊ എന്താണ്, സുസുക്കി കൊണ്ടുവന്ന ഒരു കൊളാബറേഷൻ മോഡലിൽ ഇവിടെ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറച്ച് ഷെയർസ് വാങ്ങിക്കുകയാണല്ലോ സംഭവം ആണ്. അപ്പോൾ കാരണം വെച്ചാൽ മാരുതിക്ക് മാത്രം ഇത് നടത്താൻ പറ്റില്ല, അല്ലെ ആ കമ്പനിക്ക് വേണ്ടുന്ന ഒരുപാട് സഹായങ്ങൾ സോഫ്റ്റ്വെയർ ആയാലും ടെക്നോളജി ആണെങ്കിലും വേണം. അതുകൊണ്ടാണ് സുസുക്കി കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് പ്ലെയർ അതിനകത്ത് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള കൊളാബറേഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ കുറെ നാളും ഓടി, നമ്മുടെ രാജ്യം ഓടി, എന്നിട്ട് പിന്നീട് അത് ഇൻഡിപെൻഡന്റ് കമ്പനിയായി. അതായത് കയറി വരാനായിട്ടൊരു ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു കൈത്താങ്ങായിരുന്നു അത്. അത് നല്ല തീരുമാനമായിരുന്നു.
അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ മാരുതി മാത്രമാകുന്നു, അല്ലെങ്കിൽ ഹോണ്ട മാത്രമാകുന്നു, ഹീറോ മാത്രമാകുന്നു. അതാണ് ഇപ്പൊ ഇത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ എക്കോണമി. അവിടെ എണ്ണ ഉണ്ട്, ആ എണ്ണ എടുത്ത് വയബിളായിട്ട് ഫീസിബിളായിട്ട് വിൽക്കാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ ടെക്നോളജിയോ മറ്റു കാര്യങ്ങളോ അവിടുത്തെ പബ്ലിക് സെക്ടർ കമ്പനിക്ക് ഇല്ല. അതുകൊണ്ട് ആ എണ്ണ എവിടെ കിടക്കുന്നു, എത്രയോ ഇരട്ടി, എത്രയോ വലിയ എണ്ണ നിക്ഷേപം. എനിക്ക് തോന്നുന്നില്ല ഇനി അത് ഇത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ അമേരിക്ക അവിടെ വന്ന് എണ്ണ കയ്യിൽ ഇടുന്നതിൽ എന്താണ് കുഴപ്പം? അമേരിക്ക വന്നു കഴിഞ്ഞാൽ എങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുക, അതാണ് നല്ലത്. അമേരിക്ക ആരോ വരട്ടെ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഇന്ത്യ തന്നെ കൂടുതൽ സെക്ടേഴ്സ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു കമ്പനിയെ നിങ്ങൾക്ക് കുരുക്കിയിടാമല്ലോ. നിങ്ങൾക്ക് ഇവിടുത്തെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും വെച്ചാൽ കമ്പനിയെ കുരുക്കിയിടാം. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ തന്നെ ഈ രൂപയുടെ മൂല്യശോഷണത്തിന്റെ ഒരു കാരണം എന്താണെന്നറിയാം? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഈ രൂപയുടെ മൂല്യശോഷണത്തിന് ഒരു കാരണം. മനസ്സിലായത്? മൂല്യശോഷണം ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നവർ അതുകൂടെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടുന്ന വിദേശ നിക്ഷേപങ്ങൾ ഈ രാജ്യത്തേക്ക്, സംസ്ഥാനത്തേക്ക് വരികയാണ് വേണ്ടത്. അതായത് ക്യാപിറ്റൽ ഒഴുകിയെത്തണം, ഇൻവെസ്റ്റ്മെന്റ് ഒഴുകിയെത്തണം. ഇതൊക്കെ സിമ്പിൾ എക്കണോമിക്സ് ആണ്. നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് അത് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല. വിദേശം എല്ലാവരും കൊണ്ട് നമ്മളെ വീണ്ടും നവകോളനവൽക്കരണം. ഇവിടെ ഞാൻ പണ്ട് ഈ വീരേന്ദ്രകുമാറൊക്കെ ഇരുന്ന് ഇങ്ങനെ തള്ളി എഴുതി വെക്കുമായിരുന്നു. മാതൃഭൂമിയിലെ കുരുകുര എന്ന് പറഞ്ഞൊരു പേജ് നിറച്ച് എഴുതി വെക്കുമായിരുന്നു. കാട്ടും കാണാച്ചരട്ടുകളും എന്തുവായിരുന്നു ഒരു ദുർമന്ത്രവാദ ലേഖനം പോലാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് അതിനെ കുറിച്ച് ഓർക്കുന്നത്. ആ പുള്ളി പറഞ്ഞ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നവ കൊളോണിയലിസം ആണെന്ന്. പണ്ട് ഇങ്ങനെ വന്ന് കോളനി വൽക്കരിച്ച പോലെയാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ വന്ന് ഇൻവെസ്റ്റ്മെന്റും ഓപ്പൺ മാർക്കറ്റും ഒക്കെ. നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആഗോളവൽക്കരണം വെച്ചാൽ അമേരിക്കൻ ടൂളായിട്ടാണ് നമ്മളെല്ലാം മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്, ഇവരെല്ലാം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. പക്ഷേ ആഗോളവൽക്കരണം കൊണ്ട് ഏറ്റവും അധികം പരിക്കേറ്റ രാജ്യം അമേരിക്കയാണ് ഇന്ന്. അതുകൊണ്ടാണ് അവർ മെക്സിക്കൻ ബോർഡറിൽ ബില്യൺസ് ഓഫ് റുപ്പീസ് ചെലവഴിച്ച് വോള് കെട്ടുന്നത്. എന്തിനാണ്? ഈ ഗ്ലോബലൈസേഷന്റെ ഒരു ഭാഗമാണ് മൈഗ്രേഷൻ. അത് ചിലപ്പോൾ തൊഴിൽ തേടിയെന്നായിരിക്കും പോകുന്നത്, പല രൂപത്തിലായിരിക്കും അത് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഗ്ലോബലൈസേഷൻ കൊണ്ട് പൊറുതിമുട്ടിയ രാജ്യം. അത് നിങ്ങളൊരു അമേരിക്കയിലെ ഒരു ശരാശരി ഒരു 10-50 വയസ്സുള്ള ഒരാളോട് ചോദിക്കും എന്താണ് ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള ഗുണം. അവർ നോക്കുമ്പോൾ കാണാം ഒരിക്കലും ജപ്പാനീസ് ഗുഡ്സ് ആയിരുന്നു മൊത്തം, ഇപ്പോഴത്തെ ചൈനീസ് ഗുഡ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ് മൊത്തം. ദേ ആർ ഡിസ്ട്രോട്ട്, അതാണ് കറക്റ്റ്. വാട്ട് അബൌട്ട് ചൈന? ചൈനയുടെ കാര്യത്തിൽ ഇതേ കാര്യങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ചൈനയുടെ ഏറെക്കുറെ സമയം, സർ, വിൽ ചൈന take a backlash in the GDP growth, especially now that the West is questioning their stance on trade with China? ക്വസ്റ്റ്യനിങ് നടത്തുന്നുണ്ട്. എന്തായാലും ചൈനയുടെ ഒരിക്കലും ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് ആരും അംഗീകരിക്കില്ല, വെസ്റ്റേൺ രാജ്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അവർ പറയും ഓക്കെ ബട്ട് സ്റ്റിൽ വി ഹാവ് ഡൗട്ട്സ്. ഇതിലെ ഈ ചാരിത്രശുദ്ധിയെ സംശയിക്കുന്ന പോലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവണം ഞാൻ പറഞ്ഞത്. ചാരിത്രശുദ്ധി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ചാരിത്രശുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ അത് ഇപ്പം വലിയ കാര്യമല്ല, വലിയ കഴമ്പെന്നുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ ആവുമ്പോൾ ഇത് ഒരു സംശയത്തിന്റെ നിഴലിൽ എപ്പോഴും നടത്തുക ഒരു ഡേറ്റി ട്രിക്കാണ് അത്. ആ ട്രിക്കാണ് ഇവർ. സോ ദേ വിൽ കണ്ടിന്യൂ ഇറ്റ്. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. Why is export rise was not affected amid tariff? ഒന്ന് ഡൈവേഴ്സിഫിക്കേഷൻ ആയിരിക്കും. പിന്നെ ഇതിന്റെ ഡേറ്റ ഒക്കെ വന്നോ? ഇതിപ്പോൾ തുടങ്ങിയിട്ട് എത്ര വ്യത്യാസം? 1-2 മാസത്തെ കേസെല്ലാം ആയിട്ടുള്ളൂ. വരട്ടെ, നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അതിനെ വിലയിരുത്താം. ഡൈവേഴ്സിഫിക്കേഷനാണ് പലരും പറയുന്നതെങ്കിൽ പോലും. So Asi, what is the latest news regarding Malaysia Airlines MH370? Many call it a mystery. ഞാൻ അതിനെക്കുറിച്ച് കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു അൺചാറ്റ് എന്ന് പറഞ്ഞ സാധനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പാണ് ചെയ്തത്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 1.5 മണിക്കൂർ പരിപാടി MH370. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ 60 മിനിറ്റ്സിൽ ഇതിനെക്കുറിച്ച് കുറച്ച് അപ്ഡേറ്റുകളൊക്കെ വരും. അപ്പം അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈലറ്റിലേക്കാണ് നീളുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. Putin openly talks about uranium import by US, but no media seem to pick up on that topic. ആരും പിക്കപ്പ് ചെയ്യില്ല. പക്ഷെ ഇന്ത്യ ടുഡേയിൽ അതിന്റെ ആ വീഡിയോയുടെ ഉള്ള ഹെഡ്, ടൈറ്റിൽ തന്നെ ഇതായിരുന്നു.
അപ്പം എന്തായാലും ഇനി കുറേ ചോദ്യങ്ങളുണ്ട്. ഞാൻ സമയം ഒരുപാടായി. 2 എണ്ണം ചൈനീസ് മിത്ത് ബേക്കറി പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? IMF സാർ IMF ഗ്രേഡ് നൽകിയതോ എന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചിരിക്കുന്നു. അതെ, അത് തന്നെയാണ് ഞാനത് IMFന്റെ ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. യു ആർ കറക്റ്റ്. ബട്ട് ഇൻഫ്ലേഷൻ അതിനെക്കുറിച്ച് രൂപയുടെ മൂല്യം കുറയുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ? അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് വിഷയങ്ങളൊക്കെ വന്നു. പക്ഷേ നമ്മൾ ഒരുമാതിരി കരകയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച ഇപ്പോൾ 2 വീഡിയോ ഉണ്ട്. ഞാനിത് ഒന്നാക്കി ഇടാൻ നോക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്.